ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാർ ഉണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സൈദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഈ ദൈവവചന ഭാഗത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 12 ഒരാളായിരുന്ന അപ്പോസ്തലനായ യോഹന്നാനാണ് ഈ 4-ാമത്തെ സുവിശേഷം എഴുതിയിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പുതിയ നിയമത്തിൽ 5 പുസ്തകങ്ങളാണ് അദ്ദേഹം സംഭാവന ചെയ്തിരിക്കുന്നത്. കർത്താവിനെ വളരെ ആഴത്തിൽ സ്നേഹിച്ച ഒരു മനുഷ്യൻ. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 13 വരുമ്പോൾ കർത്താവിൻ്റെ മാറോട് ചേർന്നിരുന്നു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. യോഹന്നാൻ 19 വരുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ക്രൂശിൽ കിടന്ന് യോഹന്നാനെയാണ് അമ്മ മറിയത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്നത്. കർത്താവിനെ വളരെ സ്നേഹിച്ച ഒരു വ്യക്തിത്വമാണ് ജോൺ എന്ന അപ്പോസ്റ്റൽ. എല്ലാ സുവിശേഷകരും സുവിശേഷം എഴുതുന്നതിൻ്റെ പിൻപിൽ ഒരു കൃത്യമായ ഉദ്ദേശമുണ്ട്. യോഹന്നാൻ ഒരു ഉദ്ദേശമുണ്ട്. അത് 20-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ ഏറ്റവും ഭംഗിയായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ആർക്കെങ്കിലും ഒരു സംശയമുണ്ടെങ്കിൽ ജോൺസ് ഗോസ്പലിൻ്റെ ഒരു പ്ലെയിൻ റീഡിങ്ങിൽ യേശു ദൈവമാണെന്നുള്ളത് തെളിഞ്ഞു കിട്ടും. കർത്താവിൻ്റെ വലിയ കരുണയാൽ ഒരു 3-3.5 വർഷം ഞങ്ങൾക്ക് സഭയായി യോഹന്നാന്റെ സുവിശേഷം ക്രമീകൃതമായി എല്ലാ ഞായറാഴ്ചയും പഠിക്കുവാൻ ദൈവം ഒരു ഭാഗ്യം ഒരുക്കി. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം അത് തെളിയിക്കത്തക്കവണ്ണം ദൈവമക്കൾ കൃത്യമായി പുസ്തകം ഗ്രഹിച്ചിരിക്കണം എന്നത് ഞാൻ സ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. ഈ പുസ്തകത്തിൻ്റെ ഘടന നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ 2ആയിട്ട് വേണേൽ ചിന്തിക്കാൻ കഴിയും. ആദ്യത്തെ 12 അധ്യായത്തിലാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയുണ്ട് എന്നതാണ് എൻ്റെ വിചാരം. 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും 35 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുന്നു.
2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണ വീട്ടിൽ കർത്താവ് അത്ഭുതം ചെയ്ത് അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുന്നു. 3-ാം അധ്യായത്തിൽ നിക്കോദിമോസിനോട് പുതിയ ജനനത്തെക്കുറിച്ച് കർത്താവ് പറയുന്നു. 4-ാം അധ്യായത്തിൽ ശമരിയക്കാരത്തി സ്ത്രീയെ താൻ മശിയാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുന്നു. 5-ാം അധ്യായത്തിൽ 38 സംവത്സരം രോഗിയായി കിടക്കുന്ന മനുഷ്യനെ അത്ഭുതകരമായി കർത്താവ് സൗഖ്യമാക്കുന്നു. 6-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ഞാനാകുന്നുവെന്ന സ്റ്റേറ്റ്മെന്റിൽ ആദ്യത്തെ നമുക്ക് കാണാൻ കഴിയും, ഞാനാണ് ജീവന്റെ അപ്പം. 7-ാം അധ്യായത്തിൽ ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കലത്തെ ദിവസം യേശു നിന്നുകൊണ്ട് ഉറക്കെ വിളിക്കുകയാണ്, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെടുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. 8-ാം അധ്യായത്തിൽ മറ്റൊരു ഞാനാകുന്നവൻ എന്നുള്ള പരാമർശം, ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം. 9-ാം അധ്യായത്തിൽ കർത്താവ് പിറവിയിലെ കുരുടനായിരിക്കുന്ന മനുഷ്യനെ അത്ഭുതകരമായി സൗഖ്യമാക്കുന്നു. 10-ാം അധ്യായത്തിൽ 2 ഞാനാകുന്നവൻ എന്നുള്ള പരാമർശം, ഞാനാണ് ആടുകളുടെ വാതിൽ, ഞാനാണ് നല്ല ഇടയൻ. 11-ാം അധ്യായത്തിൽ പരസ്യ ശുശ്രൂഷയിലെ ക്ലൈമാക്സ് ഒരു അത്ഭുതം നമുക്ക് കാണാൻ കഴിയും. ലാസർ എന്ന് പറയുന്ന വ്യക്തിത്വം മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ച മനുഷ്യനെ കർത്താവ് പുറത്തു കൊണ്ടുവരുന്നു. അവിടുന്ന് മറ്റൊരു പരാമർശം ഞാനാകുന്നവൻ എന്ന് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. 12-ാം അധ്യായത്തിലാണ് കർത്താവിൻ്റെ ഈ പരസ്യ ശുശ്രൂഷയുടെ സമാപനം. ഞാൻ അതിലേക്ക് വരാം. 13 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ രഹസ്യ ശുശ്രൂഷ എന്ന് വിളിക്കുന്നതിൽ തെറ്റില്ല. വളരെ ആഴമേറിയ 2 സ്റ്റഡികൾ ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രം കർത്താവ് എടുക്കുന്നു. പ്രത്യേകിച്ച് അവിടെ നോട്ട് ചെയ്യേണ്ടത്, യൂദസ് അവരെ വിട്ടുപോയി. അതിനുശേഷം യോഹന്നാൻ 13:31 മുതൽ 14-ാം അധ്യായം മുഴുവനും ഒന്നാമത്തെ ഡിസ്കോഴ്സ്, 15-16 അധ്യായത്തിൽ 2-ാമത്തെ ഡിസ്കോഴ്സ്, 17-ാം അധ്യായത്തിലാണ് ഇതിൻ്റെ ക്ലൈമാക്സ്, മഹാപുരോഹിത പ്രാർത്ഥന. 18-ാം അധ്യായത്തിൽ കർത്താവിനെ അറസ്റ്റ് ചെയ്യുന്നു, 19-ൽ കർത്താവിനെ ക്രൂശിക്കുന്നു, 20-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, 21-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ള പ്രത്യക്ഷതകൾ. ഇതാണ് ജോൺസ് ഗോസ്പൽ സംക്ഷിപ്തമായി നമുക്ക് ഗ്രഹിക്കുവാൻ ഈ നിലയിൽ കഴിയും. അതിൽ 12-ാം അധ്യായത്തിലെ 20 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ ഇവിടെ പരസ്യമായിട്ട് വായിച്ചത്. ആ വാക്യങ്ങൾ മനസ്സിലാകാൻ അതിൻ്റെ 1-ാം വാക്യം മുതൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. 12-ാം അധ്യായം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതത്തിലെ അവസാന ആഴ്ചയാണ്. അത് തന്നെ നമുക്ക് അത്ഭുതം തോന്നും. ഈ അവസാന ആഴ്ചയ്ക്കാണ് ഇത്രയും അധ്യായങ്ങൾ ജോൺ എഴുതുന്നത്, ജോൺ നമുക്ക് തരുന്ന വെളിപ്പാടുകൾ. ഇപ്പൊ 12-ാം അധ്യായം വളരെ നിർണായകമാണ്. അവിടെ ഒരു വലിയ വഴിത്തിരിവ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 12-ാം അധ്യായത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ട്. ആദ്യത്തെ 8 വാക്യങ്ങളിൽ കർത്താവ് യെരുശലേമിലേക്ക് ക്രൂശിക്കപ്പെടുവാനായിട്ട് പോകുമ്പോൾ ബെഥാന്യയിൽ എത്തുന്നു. ബെഥാന്യയിൽ മറ്റ് സമവീക്ഷണ സുവിശേഷങ്ങളിലൂടെ നാം പഠിച്ചാൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ കർത്താവ് ഇരിക്കുകയാണ്. അവിടെ മറിയയുടെ ഒരു വലിയ ആരാധന നമുക്ക് കാണുവാനായിട്ട് കഴിയും. വെങ്കൽ ഭരണിയൊക്കെ പൊട്ടിച്ച് കർത്താവിനെ അനോയിന്റ് ചെയ്യുന്ന ഒരു വലിയ ആരാധന. അത് വിമർശിക്കുന്ന യൂദസുണ്ട്. മാർത്ത പതിവ് പോലെ ശുശ്രൂഷ ചെയ്യുന്നു. ലാസറസ്, ഉയർത്തെഴുന്നേറ്റ ലാസറസ് പന്തിയിൽ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്നു. ഇതാണ് ആദ്യത്തെ 8 വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധേയമാണ്. ഇതിങ്ങനെ മനസ്സിലാക്കിയെങ്കിലേ 20-ാം വാക്യം തൊട്ട് ഞാൻ സംസാരിക്കുമ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ഗ്രഹിപ്പാൻ കഴിയുകയുള്ളൂ. വളരെ കാതലായ
ചില വാക്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വായിച്ചത്. വളരെ ശാന്തമായി പോയെങ്കിലേ നമുക്ക് അതിനകത്തെ കാതലായ ദൂതുകൾ നമുക്ക് മനസ്സിലാകുകയുള്ളൂ എന്നതുകൊണ്ടാണ് ഞാൻ ഈ ശൈലിയിൽ നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയാനായിട്ട് താല്പര്യപ്പെടുന്നത്. 9 മുതൽ 11 വരെയുള്ള വാക്യത്തിൽ 9-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു വലിയ പുരുഷാരം, അവർ ശരിക്കും പെസഹായിക്ക് വന്നതാണ്. അവർ യെരുശലേമിൽ നിന്ന് ബെഥാനിയയിലേക്ക് വന്നിരിക്കുകയാണ്. അതെന്തിനാണ്? ലാസറിനെ ഉയർത്തെഴുന്നേറ്റ ഈ വലിയ അത്ഭുതം വലിയ ചർച്ചാ വിഷയമായി. അവർക്ക് കർത്താവായ യേശുക്രിസ്തു ദ മിറക്കിൾ വർക്കറിനെ ഒന്ന് കാണണം. അത് മാത്രമല്ല, ഈ ഉയർത്തെഴുന്നേറ്റെന്ന് പറയുന്ന ലാസറിനെയും അവർക്ക് കാണണം. അങ്ങനെയാണ് അവര് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ വന്നിരിക്കുന്ന ആളുകൾ ഇത്ര അധികം 1-2 മൈലൊക്കെ താണ്ടി അവർ വന്നിരിക്കുന്നത് അങ്ങനെ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല. ഇവരെ നമുക്ക് വിളിക്കാൻ നല്ല ഒരു പേരാണ് ത്രിൽ സീക്കേഴ്സ്. എവിടെ ഒരു അത്ഭുതമുണ്ട്, എന്തുണ്ട്, ഇവർക്ക് വലിയ ഉണർവാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇവര് അങ്ങനെ പോകും. ഇവർക്ക് മാർത്തയുടെ കൂട്ടോ മറിയയുടെ കൂട്ടോ ലാസറിന്റെ കൂട്ടോ സമർപ്പണമില്ല. ഇവർ ഫിക്കളാണ്, ഏത് നിലയിലും മറിയും. അങ്ങനെയുള്ള ഒരു സമൂഹമായിട്ടാണ് നമുക്ക് ഇവരെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരെ എന്നാൽ യൂദസിനെ പോലോ മത നേതാക്കന്മാരെ പോലോ ഇവർ കർത്താവിനോട് എതിർ നിൽക്കുന്ന ആളുകളുമല്ല. ആഴത്തിൽ സമർപ്പണമില്ല, കർത്താവിനോട് വലിയ എതിർപ്പുമില്ല. അങ്ങനെ ഇപ്പോഴത്തെ മൂവ് ഇതാണെങ്കിൽ അതിൻ്റെ കൂടെ പോകുക, അങ്ങനെ നിൽക്കുന്ന ഒരു പുരുഷാരത്തെയാണ് കാണുന്നത്. അവര് ഹോശാന പാടേണ്ടപ്പോൾ ഹോശാന പാടും, അത് കഴിഞ്ഞ് ക്രൂശിക്കാന്ന് പറയേണ്ടപ്പോൾ അവര് അതും പറയും. അങ്ങനെയുള്ള ഒരു സമൂഹമാണ് നമ്മൾ ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. 10-11 വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. 11-ന്റെ 53-ൽ മതനേതൃത്വം കർത്താവിനെ കൊല്ലുവാനായി തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ 12-ന്റെ 10-11 വാക്യത്തിൽ ലാസറിനെ കൂടെ കൊല്ലുവാൻ അവർ പ്ലാൻ ഇട്ട് കഴിഞ്ഞു. കാരണം ലാസർ ഇങ്ങനെ ജീവനോടിരിക്കുന്നത് അവരുടെ മതത്തിന് ഒരു ഭീഷണിയാണ്, ഒരു ലൈവ് പ്രൂഫ് അല്ലേ. അപ്പൊ ലാസറിനെ കൂടെ തട്ടിക്കളയണം എന്ന ഒരു ചിന്ത അവിടെ നമ്മൾക്ക് കാണാൻ കഴിയും. ഒരു കാര്യം ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോടുള്ള ബന്ധത്തിൽ ആർക്കും ന്യൂട്രൽ ആയിരിക്കാൻ കഴിയത്തില്ല. ഒന്നിൽ മറിയെ പോലെ ആരാധിക്കുക, അല്ലെങ്കിൽ മാർത്തയെ പോലെ സെർവ് ചെയ്യുക, അല്ലെങ്കിൽ ജൂഡസിനെ പോലെ എതിർക്കുന്ന ആളുകൾ. ഒരിക്കലും ജീസസിനോടുള്ള ബന്ധത്തിൽ തീരുമാനമെടുക്കാൻ കഴിയും. ഏതെങ്കിലും അവരവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടായിരിക്കും എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് കഴിയുന്നത്. 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളില് കർത്താവ് സെക്കറിയ പ്രവചനം 9-ന്റെ 9 പ്രകാരം ഒരു കഴുതക്കുട്ടിയുടെ മേൽ വാഹനമേറി യെരുശലേമിലേക്ക് പോകുകയാണ്. ഭയങ്കര സംഭവമായത്. ആളുകളെല്ലാം കൂടെ ഹോശന്ന പാടുന്നു. ശരിക്കും പുരുഷാരത്തെ കണ്ടാൽ കർത്താവിന്റെ കൂടിപ്പോ ഒരു പുരുഷാരമുണ്ട്. കർത്താവ് യെരുശലേമിലേക്ക് ചെല്ലുന്നെന്നറിഞ്ഞ് അടുത്തൊരു പുരുഷാരം അവിടുന്ന് എതിരേൽക്കാൻ വരുന്നുണ്ട്. ഇങ്ങനെ 2 പുരുഷാരം കൂടെ ചേർന്ന് ഒരു വലിയ ജനസമുദ്രമായി പോയി. അങ്ങനത്തെ ഒരു പ്രത്യേക ഒരു കാഴ്ചയാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത്. 13-ാം വാക്യം, ഈത്തപ്പനയുടെ കുരുത്തോലകളൊക്കെ എടുത്തുകൊണ്ട് അവരിങ്ങനെ ആരാധിക്കുകയാണ്. ശരിക്കും എന്തിനാണ് ഈ ഈത്തപ്പനയുടെ കുരുത്തോലയൊക്കെ എടുത്തത്? ന്യായപ്രമാണത്തിൽ അങ്ങനെയൊന്നുമില്ല, പെസഹായിൽ അങ്ങനെ ഒരു ആരാധനയൊന്നുമില്ല. ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം ഇവരുടെ ചരിത്രത്തിൽ നടന്ന ഒരു സംഭവമാണ്. പണ്ട് സിറിയക്കാരെ സൈമൺ മക്കാബി എന്ന് പറയുന്ന ഒരു നേതാവ് സിറിയക്കാരെ അട്ടിമറിച്ച് ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. ഇതുപോലെ ഒരാളാണ് യേശു കർത്താവെന്ന് ഇപ്പോൾ ഏറെക്കുറെ ഒരു ധാരണ ഇവർക്കുണ്ട്.
കാരണം മരിച്ച ആളുകളെ പോലും എഴുന്നേൽപ്പിക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഭരിക്കുന്ന റോമൻ സാമ്രാജ്യത്തെ അട്ടിമറിച്ച് ദൈവരാജ്യം അക്ഷരീകമായി സ്ഥാപിക്കാൻ കഴിയുമെന്ന് ഉള്ള ചിന്ത ഇവരുടെയൊക്കെ ഇടയിൽ വളരെ ശക്തമായി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ന് 100-200 വർഷങ്ങൾക്ക് മുമ്പ് സൈമൺ മക്കാബി അയാള് ജയിച്ചു വരുമ്പോൾ ഈ ഈത്തപ്പനയുടെ ഗുരുത്തോലകളൊക്കെ കാട്ടി വലിയ ആരാധന വെളിപ്പെട്ടു. അതിനെ ഒക്കെ ഓർത്തുകൊണ്ടാകാം അതേ ശൈലിയിൽ ഇവിടെ വലിയ ഒരു ആരാധന വെളിപ്പെടുന്നതായിട്ട് കാണുന്നു. യേശു ഒരു ചെറിയ കഴുതയെ കണ്ടിട്ട് അതിന്മേൽ കയറി എന്നൊക്കെയാണ് 14-15 വാക്യം ഞാനത് പറഞ്ഞു കഴിഞ്ഞല്ലോ. 16-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രസകരമായൊരു കാര്യം എഴുതിയിട്ടുണ്ട്. ശിഷ്യന്മാർക്ക് ഇതൊന്നും മനസ്സിലായില്ല. അല്ല, നമുക്കും പലതും മനസ്സിലാകുന്നില്ല. ഇപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞപ്പോ ഏതാണ്ടെല്ലാം മനസ്സിലായോ? ശിഷ്യന്മാർക്ക് ഒന്നും അന്നേരം നടക്കുന്നൊന്നും മനസ്സിലാകുന്നില്ല. 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ കർത്താവിന് കിട്ടിയ സ്വാധീനം മത അധ്യക്ഷന്മാരെ അസ്വസ്ഥരാക്കി. അതിൽ 19-ാം വാക്യം, ആകയാൽ പരീശന്മാർ തമ്മിൽ നമുക്ക് ഒന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. അത് വളരെ കാതലായ ഒരു പ്രസ്താവനയാണ്. ഈ പലയിടങ്ങളിലും അറിയാതെ ചില പ്രവചനങ്ങൾ അങ്ങ് നടത്തുകയാണ്. അസ്വസ്ഥരായിപ്പോയി. അവരെങ്ങനെയൊക്കെ സ്കീമിങ് നടത്തിയിട്ട് ഒതുക്കാൻ കഴിയാത്തതുപോലെ ഈ ജനമെല്ലാം കൂടെ ഇളകി കർത്താവിനെ ആരാധിക്കുന്ന ഒരു സാഹചര്യം. പലപ്പോഴും കർത്താവ് ആളിളകുമ്പോൾ അവിടെ വിട്ടുപോകാറുണ്ട്. എന്നാൽ ഈ സന്ദർഭത്തിൽ കർത്താവ് അവരുടെ ആരാധനകൾ സ്വീകരിക്കുന്നതായി പോലും നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്. അവിടെയാണ് ഈ പ്രസ്താവന, ലോകം അവന്റെ പിന്നാലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. ലോകമായോ? എന്താ ലോകമെന്ന് പറഞ്ഞാൽ? അവിടെ കുറെ യഹൂദന്മാരുണ്ട്. അതിന് ലോകമെന്ന് വിളിക്കുന്നത് എന്തിനാണ്? കോസ്മോസ് എന്നൊരു പ്രയോഗമാണ്. ലോകമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ലോകമല്ലേ? ഈ ലോകത്തിലുള്ള എല്ലാവരും അവിടെ ഉണ്ടോ? അപ്പൊ ലോകം എന്ന വാക്ക് ഇവര് പറഞ്ഞു കഴിഞ്ഞത് ആണ് ഒരു സംഭവം നടക്കുന്നത്. അത് അവരറിയാതെ ആയിരിക്കും പറഞ്ഞത്. എഴുത്തുകാരനായ യോഹന്നാൻ ഇതിനോട് ചേർന്ന് അദ്ദേഹം 20-ാം വാക്യത്തിൽ പറയുന്നത്, പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാരും ഉണ്ടായിരുന്നു. അവര് യഹൂദന്മാരല്ല. ലോകം, അത് വളരെ അർത്ഥവത്തായ പ്രയോഗമാണ്. അവിടെ നിന്ന് എഴുത്തുകാരൻ നമ്മളെ പഠിപ്പിക്കാനുള്ളത്, ചൂണ്ടിക്കാണിക്കാനുള്ളത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ യഹൂദന്മാരിൽ മാത്രം പരിമിതപ്പെട്ട് നിൽക്കുന്നതല്ല. അവിടുന്ന് വന്നത് മുഴു ലോകത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള കാതലായ വെളിപ്പാട് എഴുത്തുകാരനെ സൂചിപ്പിക്കുവാനുണ്ട്. 20-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം. പെരുന്നാളിൽ നമസ്കരിപ്പാൻ വന്നവരിൽ ചില യവനന്മാരുണ്ടായിരുന്നു. എന്തിനാണ് ഈ യവനന്മാർ? ഈ ജാതി ആളുകൾ യഹൂദന്മാരുടെ പെസഹ പെരുന്നാളിന് വന്നിരിക്കുന്നത്. ഇവര് മതം മാറിയിട്ടുള്ളവരല്ല. ഇവരൊരു പക്ഷെങ്കിൽ കൊർന്നല്യോസ് എന്ന് പറയുന്ന ഈ ശതാധിപനെ പോലെ ദൈവഭക്തരായിരിക്കാം. യഹൂദന്മാർ പ്രചരിപ്പിക്കുന്ന ഏക ദൈവത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട് ലഭിച്ച് ബഹുദൈവങ്ങളോടുള്ള ആരാധനകൾ വിട്ടിട്ട് യഹൂദന്മാരുടെ ദൈവമാണ് സത്യ ഏക ദൈവമെന്ന് ബോധ്യം വന്ന് ഇങ്ങനെ ഉത്സവങ്ങൾക്ക് വരും. അവരിങ്ങനെ വരുമ്പോൾ അവർക്ക് ചില സ്ഥാനങ്ങളുണ്ട് സമൂഹത്തിൽ. അവർക്കങ്ങ് അകത്തെ ഇടങ്ങളിൽ കയറാൻ, ഇന്നർ കോർട്ടുകളിൽ കയറാൻ സാധ്യമല്ല. ജാതികളുടെ പ്രാകാരം വരെ അവർക്ക് ചെല്ലാം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇവരെ കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. അപ്പൊ ഇവർക്ക് കർത്താവിൽ ഒരു വലിയ ഇൻട്രസ്റ്റ് വരുന്നു. 21-ാം വാക്യം,
ഇവർ ഗലീലയിലെ ബേത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്നവനോട്, യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താല്പര്യമുണ്ട് എന്ന് അപേക്ഷിക്കുന്നു. ആ വാക്യത്തിൽ ഒരല്പസമയം നമുക്ക് നിൽക്കണം. യേശുവിനെ കാണുവാൻ അന്നും താല്പര്യമുള്ളവരുണ്ട്, ഇന്നും താല്പര്യമുള്ളവരുണ്ട്. കാണേണ്ടത് എങ്ങനെയാണ്? യേശു ഇതിനെന്താണ് മറുപടി പറയുന്നത്? ഇതാണ് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത്. കാണിക്കുന്നവരെങ്ങനെയാണ് ഇപ്പോൾ യേശുവിനെ കാണിക്കുന്നത്? അന്ന് യേശുവിനെ കാണാൻ വന്നവരോട് യേശു ആരാണെന്നും യേശുവിൻ്റെ ദൗത്യം എന്താണെന്നും യേശു പറഞ്ഞത് തന്നെയാണോ ഇന്ന് പറയുന്നത് എന്നുകൂടെ നമുക്ക് ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. എന്നാൽ ഇവിടെ ഒരു ചോദ്യം. ശരിക്കും ഇവർ ബേത്സയിദക്കാരനായ ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് അവനോട്, യജമാനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ടെന്ന് അപേക്ഷിച്ചു എന്ന വാക്ക് അപേക്ഷിച്ചു കൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. kept on asking എന്ന അർത്ഥമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പൊ കാണുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, യേശുവിനെ കണ്ടു, ഓക്കെ, ഇത്ര ഉണ്ട്, ഇത്ര ഹൈറ്റ് ഉണ്ട്, ഇതുണ്ട്, ഓ കണ്ടു അങ്ങനല്ല. അവർക്ക് കാര്യമായി യേശുവിനോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് എന്ന അർത്ഥം ഉൾക്കൊള്ളുന്ന വാക്കാണ് അവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. എന്തിനാണ് അവർ ഫിലിപ്പോസിന്റെ അടുക്കൽ വന്നത്? യവനായ ആളുകളാ. ഫിലിപ്പ്, ആൻഡ്രൂ എന്നൊക്കെയുള്ള പേരുകൾ ഒരു പക്ഷെങ്കിൽ ഗ്രീക്ക് പേരുകളായിട്ടായിരിക്കാം ഇവരുടെ അടുക്കൽ വന്നത്. മാത്രമല്ല, എഴുത്തുകാരൻ പ്രത്യേകം പറയുന്നു, ബേത്സയിദക്കാരനായ ഫിലിപ്പോസ്, അദ്ദേഹത്തിന്റെ മാതൃദേശം ബേത്സയിദയാണ്. അത് ഈ ജാതികളൊക്കെ പാർക്കുന്ന ഇടങ്ങളോട് അല്പം അടുത്തതായതുകൊണ്ട് ആ ഒരു അടുപ്പം പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഈ യവനായ ആളുകൾ യേശുവിനെ കാണാൻ റെക്കമെൻഡേഷന് വേണ്ടി ഇവരുടെ അടുക്കൽ വന്നിരിക്കുന്നത്. അതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പക്ഷെ ഒരു ചോദ്യം ഇവിടെയാ, നേരിട്ട് പോയി അങ്ങ് കണ്ടുകൂടെ? ഇവരുടെ റെക്കമെൻഡേഷൻ വേണോ? നേരിട്ട് യേശുവിനെ പോയി കണ്ടുകൂടെ? ന്യായമായിട്ട് നമുക്ക് അവിടുന്ന് മനസ്സിലാകുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യേശു പഠിപ്പിക്കുന്നത് മന്ദിരത്തിന്റെ അവർക്ക് പ്രവേശനമില്ലാത്ത ഇടത്താകാനാണ് സാധ്യത. ഇവർക്ക് ജാതികളുടെ ആ കവാടത്തിൽ മാത്രമേ പ്രവേശനമുള്ളൂ. ആ ഔട്ടർ കോർട്ട് ഓഫ് ജെന്റൈൽസിൽ മാത്രമേ പ്രവേശനമുള്ളൂ. അതുകൊണ്ട് ന്യായമായിട്ട് ഇവർക്ക് കയറാൻ സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഇവർക്കൊന്ന് കാണണം എന്ന് അവരുടെ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. ഏതായാലും ഇവർക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമെന്ന് 20-ാം വാക്യത്തിൽ എഴുത്തുകാരൻ പറയുമ്പോൾ ഈ സാധാരണ പുരുഷാരം പോലെ അല്ല. അവരിവിടെ ഒരു സംഭവമുണ്ട്, ഇങ്ങോട്ട് ഓടും, നാളെ അവിടെ ഒരു കാര്യമുണ്ട്, അങ്ങോട്ട് പോവും. ഇവരതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. മാത്രമല്ല, യഹൂദ മത നേതൃത്വം ഉഗ്രകോപത്തോടെ യേശുവിനെതിരെ പോരാടുവാൻ തയ്യാറെടുക്കുന്ന സമയത്ത് ഇവിടെ കുറെ ആളുകൾക്ക് യേശുവിനെ കാണണം. അതാണ് രംഗം. 21-ാം വാക്യം നമ്മൾ വായിച്ചത്. ഇനി വേറെന്തെങ്കിലും കാരണമുണ്ടോ? ശ്രദ്ധിച്ച് കേൾക്കണം. തീർച്ചയായിട്ടും ലാസറിന് നടന്ന അത്ഭുതത്തെക്കുറിച്ച് ഇവർ കേട്ടിട്ടുണ്ട്. അപ്പൊ യേശുവിനെ ഒന്ന് കണ്ടാൽ കൊള്ളാം, അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യുന്നതാണ്. അവർക്ക് എന്തെങ്കിലും വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയമുണ്ടോ എനിക്കറിയത്തില്ല, അവിടെ എഴുതിയിട്ടില്ല. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 19-ാം വാക്യത്തിനും 20-ാം വാക്യത്തിനും ഇടയ്ക്ക് കുറെ ദിവസങ്ങളുടെ ഗ്യാപ്പുണ്ട്. നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കിയാൽ അവിടെ വെള്ളേ കാണത്തുള്ളൂ. സമവീക്ഷണ സുവിശേഷങ്ങളിലൂടെ പഠിച്ചാൽ ആ ഗ്യാപ്പിലാണ് കർത്താവ് ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 2 തവണ ശുദ്ധീകരണം നടക്കുന്നുണ്ട്. പൊതുവെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ നടക്കുന്നുണ്ട്. സമവീക്ഷണ സുവിശേഷങ്ങളുടെ പഠിച്ചാൽ കർത്താവിന്റെ ശുശ്രൂഷയുടെ അവസാനത്തിലും ഈ ശുദ്ധീകരണം നടക്കുന്നുണ്ട്. അപ്പൊ 2 തവണയാണ് ഈ ശുദ്ധീകരണം നടന്നത് എന്ന് പൊതുവെ കരുതപ്പെടുന്നു.
അപ്പൊ ഈ ശുദ്ധീകരണം നടക്കുന്ന സമയത്ത് മർക്കോസ് 11:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ, അവിടെ ശുദ്ധീകരണ സമയത്ത് കർത്താവ് ചില വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു. അത് ഈ ജാതിക മനുഷ്യരുടെ അകത്ത് കൊളുത്തി കാണുമെന്ന എൻ്റെ വിചാരം. എന്നാണ് കർത്താവ് പറഞ്ഞത്? പിന്നെ അവരെ ഉപദേശിച്ചു, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. ജാതികൾക്ക് വേണ്ടിയാണ്, ജാതികൾക്കിത് പ്രാർത്ഥനാലയമാണ്. അവിടെയാണ് പുരോഹിത നേതാവ് ഉൾപ്പെടെ കച്ചവടം നടക്കാൻ ചരക്കിറക്കി വെച്ചിരിക്കുന്നത്. കർത്താവ് അവിടെയാണ് ചാട്ട എടുത്തുകൊണ്ട് പോയി ശുദ്ധീകരിക്കുന്നത്. ഇതങ്ങ് മഹാപുരോഹിതൻ തൊട്ട് ഇതിന് കമ്മീഷനുണ്ട്. അങ്ങനെ അലങ്കോലമായി നിൽക്കുന്ന ഒരന്തരീക്ഷമാണ്. ജാതികൾക്ക് അവിടെ വരെ പ്രവേശനമുള്ളൂ. ജീവനുള്ള ദൈവത്തെക്കുറിച്ച് അറിയേണ്ടത് അവിടെ വെച്ചാണ്. പക്ഷെ അവർ വിടുമ്പോൾ മുഴുവനും ബിസിനസ് നടക്കുക. അവർക്ക് വലിയ പ്രതീക്ഷയായി, അയ്യോ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഔട്ടർ കോർട്ട് അവിടുന്ന് ശുദ്ധീകരിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും ആത്മീക കാര്യത്തിൽ ഞങ്ങൾക്ക് കൂടുതൽ കാര്യം അറിയാൻ കഴിയുമെന്നുള്ള ആ ചിന്തയായിരിക്കാം ഇവരെ കർത്താവിങ്കലേക്ക് നയിച്ചത്. ഇവിടെ നിന്നുകൊണ്ടൊരു കാര്യം പറയാം. നമ്മുടെ പ്രാദേശിക സഭകളിൽ യേശുവിനെ കാണാൻ ആളുകൾ വന്നാൽ അവർ കച്ചവടം കാണുമോ, വേറെ എന്തെങ്കിലും കണ്ടേച്ചു പോകുമോ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ ഞാനൊരു ചിന്ത ഇടുക. ഇതായിരിക്കാം എന്നതാണ് എൻ്റെ ചിന്ത. പിന്നെ 24-ാം വാക്യത്തിൻ്റെയും 32-ാം വാക്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ യവനായ ആളുകൾക്ക് ആത്മരക്ഷയെക്കുറിച്ചുള്ള ഒരു ചിന്ത ഉണ്ടായതുമാകാം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട്. അല്പസമയം കൂടെ അവിടെ നിന്ന് നിൽക്കണം. നിങ്ങൾ കർത്താവിൻ്റെ ഉള്ളത്തിൽ പ്രകാശനം ചെയ്ത ചില ദൂതുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ തിടുക്കമുണ്ട്. എന്ത് കാരണത്താലായിരിക്കും അവരിങ്ങനെ വന്ന് ചോദിച്ചതെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ ഇവിടെ നിങ്ങളൊന്ന് ഒന്ന് നോക്കുക. യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട്. ഇങ്ങനെ ഒരു സമൂഹം ഇന്നത്തെ ഫിലിപ്പോസുമാരോടും അന്ത്രയോസന്മാരോടും ഇന്ന് നിലവിളിച്ചടുക്കുന്നുണ്ട്. ഇവിടെ കടന്നു വന്ന ദൈവസഭയ്ക്ക് ആ നിലവിളി, ആ കരച്ചിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾക്ക് യേശുവിനെ കാണണം. നിങ്ങളുടെ അയൽവാസികൾ, അടുത്ത് താമസിക്കുന്നവർ, നാട്ടിലുള്ളവർ, അവരെല്ലാം കരയുന്ന, we want to see Jesus. നമ്മളാണ് ഇന്നത്തെ ശിഷ്യന്മാര്. നമ്മളോടാണ് ഈ ചോദ്യം. നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ദൈവവചനം പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന അല്ല, ദൈവസഭകളോട് ഞാൻ പറയാം, എന്താണ് നമ്മുടെ ചർച്ചിൽ വന്നാൽ കാണുന്നത്? ഇതുപോലെ ദാഹത്തോട് വന്ന ഒരാൾ ഒരു പക്ഷെങ്കിൽ കാണുന്നത് പ്രസംഗിയായിരിക്കുന്ന നേതാവിനെ ആയിരിക്കാം. പുള്ളിയുടെ പ്രസംഗത്തിലും പുള്ളിയുടെ ഉദാഹരണത്തിലും എല്ലാം അദ്ദേഹം തന്നെ വലിയ ഹീറോ ആയി ചമയ. അവർ വന്നിരിക്കുന്നത് യേശുവിനെ കാണാനാ. ഇന്നത്തെ പ്രസംഗികരും പഠിപ്പിക്കുന്നവരുമേ, ഉപദേശിമാരെ, ഇതിനകത്ത് വീടാന്തോറും കയറുന്നവരെ, യേശുവിനെയാണോ കൊടുക്കുന്നത്? അതോ ഡിനോമിനേഷൻ ആണോ കൊടുക്കുന്നത്? മതമാണോ കൊടുക്കുന്നത്? മറ്റെന്തെങ്കിലുമാണോ കൊടുക്കുന്നത്? ജനം യേശുവിനെ കാണട്ടെ. പ്രസ്ഥാനങ്ങളോട് എനിക്കിതാണ് പറയാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്നിരിക്കുന്ന ദൈവദാസന്മാരോട് ഇതാണ് പറയാനുള്ളത്. നമ്മുടെ വ്യക്തിത്വത്തെ കാണാനല്ല ആളുകൾ വരുന്നത്. യവനന്മാർ ജീവനുള്ള ദൈവമുണ്ടെന്നറിയാം. അടുത്ത ഒരു ബന്ധത്തിന് വേണ്ടി ബേത്സയിദക്കാരൻ ഫിലിപ്പോസിനോട് പറയുകയാണ്, we want to see Jesus. കർത്താവിൽ പ്രസിദ്ധരായിരിക്കുന്ന കർത്തൃദാസന്മാർ ചിലരെ അവരുടെ പുൾപിറ്റില് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ചിലര്
എങ്ങനെയാ എഴുതി വെച്ചിരിക്കുന്നത്? വി വാണ്ട് ടു സീ ജീസസ്. അതെന്തിനാണ്? അവർ പ്രസംഗപീഠത്തിൽ വരുമ്പോൾ മറ്റു മനോരമയിലെ കാര്യങ്ങളല്ല, വേറെ എങ്ങാണ്ട് നടന്ന ഏതാണ്ട് കാര്യങ്ങൾ വിളമ്പാനല്ല, ഈ പുൾപിറ്റിൽ യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ദാഹിക്കുന്ന ജനം ഇന്നുമുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എനിക്ക് നിങ്ങളുടെ ചർച്ചിന്റെ കാര്യം അറിയില്ല, ഇതുവരെ അങ്ങനെ അല്ലെങ്കിൽ യേശുവിനെയാ കൊടുക്കേണ്ടത്. കൈകൊട്ടി പോകുകയല്ല. വി വാണ്ട് ടു സീ ജീസസ്. ഇന്നെങ്ങനെയാ കൊടുക്കുന്നത്? തിരുവെഴുത്തുകളിലൂടെ യേശു ആര്? അവിടുന്ന് ദൈവം, പൂർണ്ണ ദൈവം, അവിടുന്ന് പൂർണ്ണ മനുഷ്യൻ. 33.5 തിരുവയസ്സ് പാപം കൂടാതെ ജീവിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി 3 ആണികളുടെ മേൽ 2 കള്ളന്മാരുടെ നടുവിൽ അവിടുന്ന് യാഗമായി തീർന്നു. പ്രസംഗിക്കപ്പെടട്ടെ, യേശുവിനെ ജനം കാണട്ടെ. അല്ലാതെ ജനം വരുന്നത് നമ്മുടെ എന്തോ വിരുത് കേൾക്കാനല്ല. എന്നിട്ട് മെസ്സേജ് ഇല്ലാത്തതുകൊണ്ട് പാട്ട് പാടുക, ആരാധിക്കുക. എന്തിന്? ആരെ ആരാധിക്കണം? ആരെ ആരാധിക്കുന്നുള്ള വെളിപ്പാടുമില്ല. എത്ര ഭീകരമാണ്! They are crying out, we want to see Jesus. ഒരു മനുഷ്യൻ തമാശ പറഞ്ഞതാണ്. എന്ത് പറഞ്ഞെന്നറിയാമോ? ഉൾപ്പിറ്റ് മുഴുവൻ ഇപ്പൊ ഡോക്ടറാ, എല്ലാം ഡോക്ടേഴ്സാ. അതുകൊണ്ട് അയാളുടെ ഒരു തമാശ എഴുതിയിരിക്കുക, there are so many doctors in our pulpit, you'd think God is sick. അതൊക്കെയാണ് വലിയ കാര്യങ്ങൾ. They want to have a revelation of Christ. ഇത് ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് തന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കണം. Do you get Jesus? 2, ഞങ്ങൾക്ക് യേശുവിനെ കാണണം. വന്നാൽ കാണാമോ? ഇവിടെ പെർഫോമൻസ് ആണ്. അതെന്താണ്? നിങ്ങൾ പാട്ട് പാടും, പിന്നെ ലൈറ്റുകൾ, പിന്നെ പുക, എല്ലാത്തിന്റെ അകമ്പടിയോടുകൂടി എന്തൊക്കെയോ നടക്കുകയാണ്. ഓ, സാന്നിധ്യം ഇറങ്ങിയിരിക്കുന്നു. അപ്പൊ പുക ഇങ്ങനെ വരുന്നു. മനസ്സിലായോ? സാധുക്കൾ വരിക. വി വാണ്ട് ടു സീ ജീസസ്. വി വാണ്ട്. പെന്തക്കോസ്ത് സഭ മാനസാന്തരപ്പെട്ട് മടങ്ങി വാ. ടെക്നിക്കുകളിലല്ല യേശുവിനെ കാണുന്നത്, ട്രിക്കുകളിലല്ല യേശുവിനെ കാണുന്നത്, നമ്മുടെ വലിയ ഏതൊക്കെയോ മിടുക്കോ എന്തൊക്കെയോ സ്ട്രാറ്റജിയിലല്ല യേശു. ജീസസ് ഈസ് റിവീൽഡ് ഇൻ ദ സ്ക്രിപ്ചേഴ്സ്. ഒന്ന് സ്വയം വ്യക്തിത്വത്തെ പ്രൊമോട്ട് ചെയ്യുക, ഞാൻ ഒരു സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. 2, പെർഫോമൻസ് ഓറിയന്റഡ്. ഓളം ഉണ്ടാക്കുക. ഒരു വിടുതലും ഓരോളത്തിൽ നടക്കത്തില്ല. പിന്നെ വൈകാരികമായി ഇളക്കി കുപ്പിയിലാക്കാം, അത്രേ ഉള്ളൂ. മൂന്ന്, ഇഷ്ടം പോലെ പ്രോഗ്രാമുകൾ. അതിൽ തന്നെ തെറ്റില്ല. പക്ഷെ പ്രോഗ്രാമുകളിൽ യേശു ഉണ്ടോ യേശു? എന്താണ് ചോദ്യം? Sirs, we want to see Jesus. യജമാനനെ, ഞങ്ങൾക്ക് യേശുവിനെ കാണാൻ താല്പര്യം ഉണ്ട്. ഈ ചോദ്യം മറക്കരുത്. ഇതിന് മറുപടിയാണ് നമ്മൾ ഇനിയും ചിന്തിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. 22-ാം വാക്യം. ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു, അയനെ നേരിട്ടങ്ങ് കർത്താവിൻ്റെ അടുക്ക് കൊണ്ടുപോകല്ലോ. കർത്താവിനോട് ചെന്ന് പറഞ്ഞുകൂടെ ഫിലിപ്പോസേ? എന്തോ ഒരു സംശയം. അങ്ങനെ പറയാൻ ഒക്കൂ? ഇതിനിടയ്ക്ക് കയറി ഇന്ററപ്റ്റ് ചെയ്യുന്നത് ശരിയാകുമോ? അല്ല, പിന്നെന്തിനാ അന്ത്രയോസിനോട്? അദ്ദേഹത്തിന് ഇതിന് നല്ല കൃപയുണ്ട്. അന്ത്രയോസിനെ കുറിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആളുകളെ എപ്പോഴും കൊണ്ടുവരിക. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കാം. അന്ത്രയോസിനോട് പറഞ്ഞു. അന്ത്രയോസും ഫിലിപ്പോസും കൂടെ ചെന്ന് യേശുവിനോട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് യവനായ ആളുകളെ ഒഫൻഡ് ചെയ്യരുത്. അപ്പോൾ തന്നെ എന്നാ വാടാ എന്ന് അതും ഒക്കത്തില്ല. അങ്ങനെ ഒരു പരുവത്തിൽ നിൽക്കുക. എന്നാലും യേശുവിൻ്റെ അടുക്കൽ ചെന്ന് റിക്വസ്റ്റ് പറഞ്ഞു.
ഇതുവരെ ശ്രദ്ധിച്ചില്ലേലും ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അത്ഭുതപ്പെടും. അമ്പരിപ്പിക്കുന്ന ഒരു മറുപടിയാണ് യേശു പറഞ്ഞത്. നമ്മളോടിപ്പോ പറയുക യേശുവിനെ കാണണം. യേശു അകത്ത് ശുശ്രൂഷിക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. അവർക്കൊരു പക്ഷെങ്കിൽ അവിടെ പ്രവേശനമില്ലായിരിക്കാം. അതുകൊണ്ടാണ് റെക്കമെൻഡേഷൻ. ഇവര് വിശ്വസ്തയോടെ എന്ന് യേശുവിനോട് പറഞ്ഞു. ശരിക്കും മറുപടി എന്താ വരേണ്ടത്? ഓക്കെ, അരമണിക്കൂറുടെ കഴിഞ്ഞ് ഞാൻ തീർച്ചയായിട്ടും അത് അറ്റൻഡ് ചെയ്യാൻ. ഇപ്പൊ ഒരു നിയോഗമില്ല, അത് വേണേ പറയാം, നിയോഗമില്ല. മൂന്നാമത്തെ കെട്ടിവിടല്ലേ, അല്ല ഞാൻ അങ്ങോട്ട് വരാം, ഇതൊക്കെ പറയാം. ഇതൊന്നും യേശു പറഞ്ഞില്ല. പിന്നെന്താ യേശു പറഞ്ഞത്? യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ലോകം അവന്റെ പുറകെ പോയി. ലോകമാരാണ്? യവനായ ആളുകൾ ഇതാ വന്നിരിക്കുന്നു. അവരുടെ ചോദ്യം, we want to see Jesus. യേശുവിന്റെ അടുക്കലേക്ക് ഈ അപേക്ഷ വന്നപ്പോൾ സംതിങ് ട്രിഗർ ചെയ്തു. യേശുവിന്റെ മറുപടി ഡയറക്റ്റായിട്ട് അവരോടല്ലെങ്കിലും ആ ചോദ്യത്തിന് മറുപടിയായി തന്നെ പരിഗണിക്കുക. മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? ഡയറക്റ്റായിട്ട് അവരുടെ അഭ്യർത്ഥന യേശു പരിഗണിക്കുന്നതായിട്ട് നമുക്ക് ആദ്യം ഒരു പക്ഷേ തോന്നത്തില്ല ഒരർത്ഥത്തിൽ. എന്നാൽ മറ്റേ ഒരർത്ഥത്തിൽ, വേറൊരർത്ഥത്തിൽ യേശു ഇത് ശരിക്കും അവരുടെ അഭ്യർത്ഥനയെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയായി തന്നെ നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ എന്താണ്? യഹൂദന്മാർക്ക് മാത്രമല്ല, ജാതികൾ വരുന്നു, ജാതികളെ കൂടെ ദൈവം പരിഗണിക്കുന്ന സമയം, അതിന്റെ നാഴിക വന്നു എന്ന് പറഞ്ഞാൽ ക്രൂശിക്കപ്പെടാനുള്ള നാഴിക വന്നിരിക്കുന്നു. മുഴു ലോകത്തിന്റെ പാപത്തിന് പരിഹാരം കൊടുക്കുന്ന നാഴിക വന്നിരിക്കുന്നു. പക്ഷെ കർത്താവ് അതിനെ പറയുന്നത് എങ്ങനെയാ? ഞാൻ ക്രൂശിക്കപ്പെടാനുള്ള നാഴിക വന്നിരിക്കുന്നു പറയുന്നതിന് പകരം തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക. ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണ് തേജസ്കരണം? എന്താ ഈ ഗ്ലോറി? കാര്യം മനസ്സിലാക്കുക. തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വന്നിരിക്കുന്നു. യവനായ ആളുകൾക്ക് കാണണം. കർത്താവിനറിയാം, ഇവർ വന്ന് കണ്ട് ഇവരും കർത്താവുമായി വ്യക്തിപരമായ ഒരു ബന്ധം, ഒരു ഊഷ്മള കൂട്ടായ്മയിലേക്ക് വരണമെങ്കിൽ പാപത്തിന് പരിഹാരം കൊടുക്കണം. അപ്പൊ അവിടെ ഒരു വാക്ക്, നാഴിക വന്നിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം നിങ്ങൾ വായിച്ചിട്ടുള്ളവരാണ്, ഒത്തിരി പേര് നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്. ഓർക്കുന്നുണ്ടോ? സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക വന്നിട്ടില്ല. അത് 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ഇതുപോലെ തന്നെ 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, 8-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ഇവിടെയെല്ലാം നാഴിക വന്നിട്ടില്ല, വന്നിട്ടില്ല, വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് 23-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത് നാഴിക വന്നു. ആ സമയം മുതൽ 27-ാം വാക്യം, 13-ന്റെ 1, 16-ന്റെ 32, 17-ന്റെ 1, ഇവിടെയെല്ലാം നാഴിക വന്നു, വന്നു, വന്നു. The time has come for him to be glorified. ഇതാണ് കർത്താവിന്റെ മറുപടി. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. യേശുവിന് എന്താ വാച്ച് വല്ലതും ഉണ്ടായിരുന്നോ സമയം മനസ്സിലാക്കാൻ? ഐ വിൽ ടെൽ യു എങ്ങനെയാണെന്ന്. യേശുവിൻ്റെ ടോട്ടൽ ഐഹിക ജീവിതം എടുത്താൽ ഓരോ സെക്കൻഡും, ഓരോ മിനിറ്റും he was in the timetable of his Father in heaven. യോഹന്നാൻ 6:38 എന്താണ് പറയുന്നത്? ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ജനനം മുതൽ കാൽവറി ക്രൂശിൽ മരണം വരെ ഓരോ ദിവസവും, ഓരോ സെക്കൻഡും പിതാവിന്റെ ഇഷ്ടം കൃത്യമായി അനുസരിച്ച ദൈവത്തിന്റെ പുത്രനായ യേശു അവിടത്തേക്ക് പെട്ടെന്ന് മനസ്സിലായി നാഴിക വന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 35 മുതലുള്ള വാക്യങ്ങളൊക്കെ വായിച്ചാൽ ഒരു സ്ഥലത്ത് ഭയങ്കര അത്ഭുതങ്ങളൊക്കെ നടന്നു. കർത്താവ് അടുത്ത ദിവസം അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക.
പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പത്രോസിന്റെ നേതൃത്വത്തിൽ കുറെ ആളുകളെല്ലാം കൂടെ അടുത്ത് വന്ന് പറഞ്ഞു, പോകരുത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ യോഗം ഇന്നലത്തെ എറിച്ചു, പോകരുത്. നമ്മളായിരുന്നേൽ അരുത്, ദൈവശബ്ദമോ ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്നേനേയും. യേശു പറഞ്ഞു, ഞാൻ പോവാം. അതെന്താ? ടൈം ടേബിളില്ല. എവിടെ ആയിരിക്കണം, എപ്പോഴായിരിക്കണം, എവിടെ നിന്ന് പോകണം. ഹി വാസ് ഇൻ ദ ടൈം ടേബിൾ ഓഫ് ഹിസ് ഫാദർ. ഇവിടെ നിന്ന് ദൈവമക്കളോടൊരു കാര്യം പറയാം. ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ആത്മാവിനെ പ്രാപിച്ച് കയ്യടിയിൽ മാത്രം പരിമിതപ്പെടുത്തരുത്. വിവാഹത്തിന് വേണ്ടി ആലോചന നടക്കുമ്പോൾ ആത്മാവകത്തുണ്ടെങ്കിൽ ആത്മാവാണ് നമുക്ക് കൺഫർമേഷൻ തരുന്നത്. അല്ലാതെ അന്നേരം പോയി 4 പേരോട് ചോദിക്കുകയല്ല. 4 പേരോട് ചോദിച്ചാൽ 4 അഭിപ്രായം ഇപ്പൊ കിട്ടും. പിന്നെന്ത് ചെയ്യും? ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആത്മാവിനാൽ നടത്തപ്പെടുക, യേശുവിനെ അനുഗമിക്കുക. ബി ഇൻ ദ ടൈം ടേബിൾ ഓഫ് ഗോഡ്. പ്രൈസ് ഗോഡ്. കർത്താവിൻ്റെ മഹത്വീകരണത്തിന്, തേജസ്കരണത്തിനുള്ള നാഴിക വന്നു. മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ഇതെന്തിനാ കർത്താവേ അവരോട് പറയുന്നത്? അവരോടുമാണ്, ഈ വന്ന ശിഷ്യന്മാരോടുമാണ്, നമ്മളോട് ഏവരോടുമാണ്. ഇതൊരു കാര്യമുണ്ട്. ഇവര് കണ്ടപ്പോഴ് ജനസമൂഹമൊക്കെ വന്ന് ഭയങ്കര ആരാധന വെളിപ്പെടുന്നു. ഭയങ്കര തേജസ്കരണം എന്ന വാക്ക് ഉപയോഗിച്ചപ്പോഴത്തേക്ക് ശിഷ്യന്മാർക്ക് തോന്നിക്കാണും ദൈവരാജ്യം അക്ഷരികമായിട്ട് വരിക. ഈ ആളുകളെയും ഈ ഭയങ്കര ഈത്തപ്പനയുടെ ഉരുത്തോലകളും ഒക്കെ കണ്ട പുള്ളികളെല്ലാം കൂടെ ചാടി, നീ കേട്ടോ ദൂത് എന്താണ്? തേജസ്കരണത്തിനുള്ള നാഴിക വന്നെന്നാ പറഞ്ഞത്. വല്ലതും നടക്കാൻ പോവുകയാണ്. അപ്പൊ യവനന്മാരോട് കർത്താവിന് ഇത് പറയാനുള്ളത്, യവനന്മാരെയും ചുറ്റുവട്ടത്ത് നിൽക്കുന്നവരെയും അവരുടെ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ, വ്യത്യാസമായി അവർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ തിരുത്തിയിട്ട് തേജസ്കരണം ക്രൂശുമരണമാണ് എന്നവരോട് പറഞ്ഞ് യേശുവിനെ മനസ്സിലാക്കണം. ഇന്നും അന്നത്തെ പോലെ തന്നെയാ. തേജസ് എന്നും മഹിമ എന്നും പറഞ്ഞ ആളുകൾ ഇളകും. നല്ലതായി ഇളകുന്നത്. ഇളകണം. യേശു പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുക, നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല. അക്ഷരികമായി നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ സൈമൺ മക്കാബിയനെ പോലെ ഇവന്മാരെ എല്ലാം കൂടെ വെട്ടി വീഴ്ത്തിയിട്ട് അക്ഷരികമായി ദൈവരാജ്യം സ്ഥാപിക്കുകയല്ല. അതല്ല തേജസ്കരണം. ലോകത്തെ എന്നിലേക്ക് അടുപ്പിക്കാൻ ആ മാധ്യമമല്ല. അവരുടെ തെറ്റിദ്ധാരണകളെ കർത്താവിന് മാറ്റണം. ഇതാണ് കർത്താവ് പറയുന്നത്. മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വന്നു. മനുഷ്യപുത്രൻ എന്ന വാക്ക് ഉപയോഗിച്ച് തന്നെ യഹൂദൻ പെട്ടെന്ന് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 13-14 വാക്യമൊക്കെ കണക്ട് ചെയ്യും. മനുഷ്യപുത്രൻ മശിയായുടെ ഒരു ടൈറ്റിലാണ്. അയ്യോ, മശിയ ദൈവരാജ്യം ഇപ്പൊ സ്ഥാപിക്കും. കർത്താവിന് പറയാനുള്ള നോ, അതല്ല തേജസ്കരണം. പ്രൈസ് ദി ലോർഡ്. തേജസ്കരിക്കപ്പെടുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വാക്കൊന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളവരായിരിക്കാം. എന്നാൽ എനിക്ക് നിയോഗം, കർത്താവ് എനിക്ക് തന്ന നിയോഗമാണ് ഞാൻ പറയുന്നത്. തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക, തേജസ്കരണം, ഗ്ലോറി ഓഫ് ഗോഡ്. തേജസ്കരണം 13:31-32, 14:13, 17:1, 4, 5, 22, 24. ഇവിടെ എല്ലാം യോഹന്നാന്റെ സുവിശേഷത്തിൽ പലയിടത്തുമുണ്ട്. ഈ അവസാന സെക്ഷനിൽ മുഴുവനും ഇതിനെക്കുറിച്ച് ഗ്ലോറി. സ്തോത്രം. യവനായ ആളുകൾക്ക് യേശുവിനെ കാണണം. പക്ഷെ ഇവർക്ക്
തേജസ്കരണം എന്താണെന്ന് ആദ്യം മനസ്സിലായിട്ട് ചിന്തിച്ച് ആലോചിച്ചിട്ട് വേണം അനുഗമിക്കാൻ. ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാകരുത്. ഇന്ന് നമ്മൾ അങ്ങനെയല്ലേ യേശുവിൻ്റെ പുറകെ വിളിക്കുന്നത്. നിങ്ങൾക്കത് കിട്ടും, ഞങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങൾ വിസയുടെ കെട്ടൊക്കെ പൊട്ടിച്ച്. പിന്നെ എത്രയോ ആളുകൾ ഈയിടെ ഒരുത്തം പറയുന്നത് കേട്ടു, കൈ നിറയെ സ്വർണ്ണ നാണയങ്ങൾ കിട്ടുമെന്ന്. കയ്യും കൊണ്ട് നീട്ടിയാൽ സ്വർണ്ണ നാണയം, പുള്ളിയുടെ കയ്യിൽ അതിൻ്റെ വരദാനമുണ്ടെന്ന്. എന്നിട്ട് യോഗത്തിൻ്റെ അവസാനം ഞങ്ങളുടെ QR കോഡിൽ ഞങ്ങൾക്ക് പൈസ തരിക. എന്തൊരു തട്ടിപ്പാണിതെല്ലാം. യേശുവിന് പറയാനുള്ളത് മനുഷ്യപുത്രനെ തേജസ്കരിക്കപ്പെടാനുള്ള നാഴിക വന്നു. എന്താണിത്? 24-ാം വാക്യം അവരുടെ മിഥ്യാധാരണകളെ തകർക്കുന്ന, അവരുടെ സകലവിധമായ ചിന്തകളെയും ആകെ തകർന്ന് തച്ചടയ്ക്കുന്ന ഒരു വാക്യമാണ്. എന്താണ് തേജസ്കരണം? ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. എന്താണ് തേജസ്കരണം? ആമേൻ ആമേൻ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ അടിവരയിട്ട് കർത്താവ് ഒരു കാര്യം പറയാം. മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടാൻ പോകുന്നു, അല്ലാതെ റോമാക്കാരെ അട്ടിമറിക്കുകയോ അവരെ ബന്ധിക്കുകയോ ഒന്നുമല്ല. ഇവിടെ അക്ഷരീകമായിട്ട് ദൈവരാജ്യം ഇപ്പോൾ കർത്താവ് സ്ഥാപിക്കുകയല്ല, പക്ഷെ കർത്താവ് മരിക്കാൻ പോവുകയാണ്. കോതമ്പ് മണി, ആ വാക്ക് ശ്രദ്ധിക്കണം. നിലത്ത് വീണെന്ന് ചാകുന്നില്ല എങ്കിൽ അത് തനിയായിരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. കോതമ്പ് മണി സാധാരണ കർഷകർക്ക് മനസ്സിലാകുന്ന ഭാഷയാണ്. കോതമ്പ് മണി, ഒരു കോതമ്പ് മണി ശരിക്കും അവിടെ മെറ്റഫോറിക്കൽ ലാംഗ്വേജാണ്, സാദൃശ്യ ഭാഷയാണ്. ആ ഒരു കോതമ്പ് മണി സിംബോളൈസ് ചെയ്യുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെയാണ്. ഒരു കോതമ്പ് മണി. ഈ പശ്ചാത്തലത്തിൽ കർത്താവ് സാദൃശ്യമായിട്ട് പറയുന്നത്, കർത്താവിൻ്റെ തേജസ്കരണം നാഴിക വന്നെന്ന് പറഞ്ഞാൽ ക്രൂശിക്കപ്പെടാനുള്ള നാഴിക വന്നു. കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. എന്താ അർത്ഥം? ഞങ്ങളുടെ വീട്ടിലൊരു കോതമ്പ് മണിയുണ്ട്, 100 വർഷമായി. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൈമാറി, അവരവരുടെ മക്കൾക്ക് കൈമാറി, അങ്ങനെ തലമുറകളായിട്ട് കൈമാറി വരിക. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇന്ന കബോർഡിൽ ഇന്നയുടെ തിരിപ്പുണ്ട്. 100 അല്ല 1000 വർഷം കഴിഞ്ഞാലും അവിടെ ഇരിക്കും. കോതമ്പ് മണി ഉണ്ടോ? ഉണ്ട്. ഒരു പ്രയോജനവുമില്ല. എത്ര കോതമ്പ് മണി ആരോഗ്യമുള്ളതാണെങ്കിലും അതിൻ്റെ മഹത്വം ഇരിക്കുന്നത് അത് നിലത്ത് വീണ് ചാകുമ്പോഴാണ്. യേശു തന്റെ ക്രൂശുമരണത്തെ കുറിച്ച് പറയാ, എന്നിട്ട് ഇത് നമുക്ക് അപ്ലൈ ചെയ്യും. വളരെ കെയർഫുൾ ആയിട്ട് ഇത് ഗ്രഹിക്കണം. സ്തോത്രം. യേശു ഈ ലോകത്തിൽ വന്നു. യേശു മരിക്കാതെ അടക്കപ്പെടാതെ ഉയർത്തെഴുന്നേറ്റ് പോകുകയായിരുന്ന സിംഗിളായിട്ട് നിൽക്കും. കോതമ്പ് മണി സിംഗിളായിട്ടിരുന്നാൽ ഒരു പ്രയോജനമില്ല. മരണമില്ലാത്ത ഫലപ്രദമായ ജീവിതം ഇല്ല. ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. യേശുവിന് ഇത് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞാൽ, സ്വർഗത്തിലെ ഗോതമ്പ് മണിയാകുന്ന വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ താണഭൂമിയിലേക്ക് വന്നു. ഈ ഭൂമിയാകുന്ന വയലിൽ കാൽവരി ക്രൂശിൽ വിതയ്ക്കപ്പെട്ടു, തകർക്കപ്പെട്ടു. അവിടെ നിന്നാണ് അവിടുന്ന് 3 ദിവസം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ ധാരാളം ധാരാളം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ജീവനുണ്ടായി. ഞങ്ങൾക്ക് യേശുവിനെ കാണണം. ഈ ആൾപ്പെരുപ്പം കണ്ട് കാണണ്ട. നാഴിക വന്നിരിക്കുന്നു ഞാൻ മരിക്കാൻ. രക്ഷയ്ക്കുള്ള കാര്യം പറയുകയാണ്. യേശുവിനെ കാണുവാൻ വന്നവരോട് ഇങ്ങനെ ഒരു സാധ്യതയുള്ളൂ, ഞാൻ തകർക്കപ്പെടും. കോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. തനിയെ ഇരുന്നാൽ പ്രയോജനമില്ല. ഇറ്റ് മസ്റ്റ് ഡൈ, ബി ബറിയഡ്.
ഗോതമ്പ് മണി, എല്ലാ ഗോതമ്പ് മണിക്കും അകത്ത് ജീവനുണ്ട്, പൊട്ടൻഷ്യൽ ലൈഫുണ്ട്. ആ പുറന്തോട് കർഷകൻ കൊണ്ട് വിതച്ച് കഴിയുമ്പോൾ ആ പുറന്തോട് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് നാമ്പ് മുളയ്ക്കും, റിസറക്റ്റഡ് ലൈഫ്. എന്നിട്ട് അവത്തിൽ ഒരുപാട് മണികൾ ഉണ്ടാകും. ഇതുപോലെ യേശു കർത്താവ് കാൽവറി ക്രൂശിൽ വിതയ്ക്കപ്പെടും. 3 ദിവസം കഴിയുമ്പോൾ അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കും. തന്റെ യാഗമരണത്തിൽ വിശ്വസിക്കുന്ന യഹൂദന് മാത്രമല്ല, ജാതിയിൽപ്പെട്ടവർക്കും നിത്യജീവനുണ്ട്. ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ഏറ്റവും കാതലായ സന്ദേശം ഇതാണ്. അല്ലാതെ കർത്താവ് പറഞ്ഞത് നിങ്ങൾ അറിഞ്ഞതായിരുന്നോ ഞാൻ ലാസറിനെ ഉയർപ്പിച്ചത്? അയ്യോ അറിഞ്ഞതായിരുന്നു. അതിലൊക്കെ വലുതുണ്ടാ മോനെ, നീ പറയുന്നത്. നോ, മിറക്കിൾസിന് ചെയ്യാൻ ഇത് കഴിയത്തില്ല. ഒന്നിനും ചെയ്യാൻ കഴിയത്തില്ല. ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. യേശു മരിച്ചു, മരണത്തെ അവിടുന്ന് തോൽപ്പിച്ചു, കല്ലറകളെ ഭേദിച്ചു. 3-ാം ദിവസം അരിമേത്യയിലെ യോസഫിന്റെ കല്ലറ കാലിയായി. He rose from the dead and he's alive. അവിടുന്ന് ഇന്നും ജീവിക്കുന്നു, ഇന്നും ജീവിക്കുന്നു. ഇന്ന് രാത്രിയിലും ഈ യോഗത്തെ അവിടുന്ന് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവുമായി വ്യക്തിപരമായ ബന്ധമില്ലാത്ത ആളുകൾക്ക് യേശു ആരാണ്, എനിക്ക് യേശുവിനെ കാണണം എന്നുള്ള ചിന്തയോടെ വന്നിരിക്കുന്ന യുവാവേ, യുവതിയെ, he died and he rose from the dead. Praise the Lord. തത്ത പറയുന്നത് പോലെ 15 വയസ്സുള്ള എല്ലാ പുള്ളികളെയും കൂടി എഴുന്നേൽപ്പിച്ച് ഇന്ന് ഞാൻ യേശുവിനെ സ്വീകരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് രക്ഷിക്കപ്പെട്ടതുമല്ല, ഒന്നുമല്ല. ക്രിസ്തുവിനെ കാണണം, കാണണ്ട പോലെ കാണണം. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് തേജസ്കരിക്കപ്പെടുക. ഇതാണോ തേജസ്കരണം? ഞങ്ങളോർത്ത് ഏതാണ്ട് വലിയ സംഭവമാണെന്ന്. ഇതെന്തോ ഇതിനകത്തെ തേജസ്കരണം? യേശു ക്രൂശ് മരണത്തെ വിളിക്കുന്നത് തേജസ്കരണമെന്നാണ്. അതിന്റെ കാരണം ഞാൻ പറയാം. ദൈവത്തിന്റെ സമ്പൂർണ്ണ സ്നേഹത്തിൻ്റെയും നീതിയുടെയും പരമോന്നത വെളിപ്പാടിലാ ക്രൂശിൽ യേശുവിന്റെ മഹത്വം വെളിപ്പെടുന്നത്. യോഹന്നാൻ 3:16. ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാ ക്രൂശിൽ വെളിപ്പെടുന്നത്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹം പ്രദർശിക്കപ്പെടുമ്പോൾ ഇത് തേജസ്കരണമാണ്. ദൈവം മഹത്വമെടുക്കാണ്. ഹിസ് ഗ്ലോറി ഈസ് റിവീൽഡ്. റോമാലേഖനം 5:8. ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുന്നത് കണ്ടോ? പാപികൾക്ക് വേണ്ടി ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. ദൈവത്തിന്റെ സ്നേഹവും നീതിയുടെയും ഏറ്റവും വലിയ വെളിപ്പെടുത്തലാണ് ക്രൂശ്. അതാണ് യേശു മഹത്വം വെളിപ്പെടുത്തുന്നത് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ലോകത്തിന്റെ ദൃഷ്ടിയിൽ അങ്ങനെയല്ല, അപമാനിതനാണ്. ചില ആളുകൾ അഭിപ്രായപ്പെടുന്നത് അവിടുന്ന് നഗ്നനായി ക്രൂശിക്കപ്പെട്ടു എന്നതാണ്. അവിടെ എന്താണ് തേജസ്കരണം? ആളുകളുടെ ദൃഷ്ടിയിൽ ബിഗ് ഫെയിലിയർ. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഇറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ലൈഫ് എവർ ലിവ്ഡ് ഓൺ എർത്ത്. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ 4:10. ദൈവത്തിന്റെ സ്നേഹം എങ്ങനെയാണ് ദൈവം പ്രദർശിപ്പിച്ചത്? നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ പ്രായശ്ചിത്തം, പാപികളായ നമുക്കെതിരെ ദൈവത്തിന്റെ കോപമുണ്ടായിരുന്നു. എല്ലാ പാപികൾക്കെതിരെയും ദൈവത്തിന്റെ കോപമാണ്. നിങ്ങളുടെ മക്കൾ രക്ഷിക്കപ്പെട്ടവരല്ലെങ്കിൽ ഏത് വലിയ പൊന്നുമോനാണെങ്കിലും ദൈവത്തിന്റെ കോപമാണ് അവന്റെ മേൽ. ഇതാണ് ബൈബിൾ പറയുന്നത്.
രക്ഷിക്കപ്പെടുവാൻ വേണ്ടി രക്ഷിക്കപ്പെടുന്ന ഒരാൾ എന്താ ചെയ്യേണ്ടത്? കാൽവറി ക്രൂശിൽ കർത്താവ് ചെയ്തത്, പിതാവാം ദൈവത്തിന് അവിടുത്തെ നീതിയുള്ള കോപം, അവിടുന്ന് നീതിയുള്ള ന്യായാധിപനായതുകൊണ്ട് നീതിയുള്ള കോപം കർത്താവ് മനുഷ്യരുടെ പാപത്തെ ചുമന്നുകൊണ്ട് കിടക്കുമ്പോൾ പിതാവിന്റെ കോപം പാപികളുടെ മേലുള്ളത് ചൊരിഞ്ഞു. ഇത് കർത്താവ് ശമിപ്പിച്ചു. അതിന് പറയുന്ന വാക്കാണ് പ്രായശ്ചിത്തം. ദൈവത്തിന്റെ മഹത്വം കണ്ടോ? കാൽവറിയിലെ ദൈവത്തിന്റെ സ്നേഹം കണ്ടോ? അവിടുന്ന് പ്രായശ്ചിത്തമായത് കണ്ടോ? അവിടുന്ന് മറുവിലെ ആയത് കണ്ടോ? അവിടുന്ന് പകരക്കാരനായത് കണ്ടോ? അവിടുന്ന് വീണ്ടെടുപ്പ് വില കൊടുത്തത് കണ്ടോ? തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നു. പ്രൈസ് ദി ലോർഡ്. തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നു എന്ന് കർത്താവ് പറയാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവ് തേജസ്കരണത്തെ സഫറിങ്ങിലൂടെ, കഷ്ടാനുഭവങ്ങളിലൂടെ, നിങ്ങൾ ശരിക്കും കർത്താവിന്റെ ഐഹിക ശുശ്രൂഷ ജീവിതം ശ്രദ്ധിച്ചാൽ അനേക വട്ടം പിശാച് ശ്രമിച്ചിട്ടുണ്ട് ക്രൂശിൽ നിന്ന് മാറ്റാൻ. 40 ദിവസത്തെ ഉപവാസത്തിൽ ഒരു ആലോചനയുമായിട്ട് വന്ന്, എന്താണ്? ഈ രാജ്യങ്ങളൊക്കെ ഞാൻ തരാമല്ലോ, ഇപ്പൊ നമ്മൾ ഇവിടെ ആരുമില്ല, എന്നെ വീണൊന്ന് നമസ്കരിച്ചാൽ മതി, ഇത് മൊത്തം ഞാൻ തരാം. അതിൽ അന്തർലീനമായി കിടക്കുന്നത് അവോയ്ഡ് ദ ക്രോസ്. കൂടെ നടന്ന പത്രോസ് പറഞ്ഞു, അരുത്. പത്രോസ് പറയാ, നിനക്ക് ഇങ്ങനെ സംഭവിക്കരുത്, ക്രൂശ് വേണ്ട. പോ സാത്താനേ, ക്രൂശില്ല, ക്രൂശ് വേണ്ട എന്ന് പറയുന്ന സകല ദൂതുകളും പൈശാചികമാണ്. പ്രൈസ് ദി ലോർഡ്. ക്രൂശിലാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. ക്രൂശിലാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. തീർച്ചയായിട്ടും അവിടുത്തെ അത്ഭുതങ്ങളിൽ വെളിപ്പെടുന്നുണ്ട്. എന്നാൽ അതിനേക്കാളെല്ലാം വലിയ കാഴ്ചപ്പാടാണ് ക്രോസ്. യവനന്മാർക്ക് ചോദിക്കാനുള്ളത് കർത്താവിനെ ഒന്ന് കാണണം. കർത്താവിന് പറയാനുള്ളത് ഇത് കാണാം. ഐ ആം ഗോയിങ് ടു ഡൈ. ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്താൽ വളരെ വിളവുണ്ടാകും. ഉയർത്തെഴുന്നേറ്റ് തന്നിൽ അർപ്പിക്കുന്ന വിശ്വാസത്താൽ ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് ആളുകൾ ക്രിസ്തുവിൻ്റെ അനുയായികളായി തീരും. ശരിക്കും ഇന്ന് രാത്രി ഇവിടെ നമ്മൾ ആയിരിക്കുമ്പോൾ, ഓൺലൈനിൽ ഇനിയും ബാക്കി കേൾക്കുമ്പോൾ, ആളുകളെല്ലാം രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെയല്ലേ നമ്മൾ രക്ഷിക്കപ്പെട്ടത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ ഒരു ഒറ്റ കാരണമാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി 25-ാം വാക്യം വളരെ ശ്രദ്ധിക്കണം. 24-ാം വാക്യത്തിൽ 23-ാം വാക്യം വിശദീകരിക്കുകയായിരുന്നു. 23-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാൻ ഉള്ള നാഴിക വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് യേശുവിൻ്റെ മരണത്തെക്കുറിച്ചാണ് യേശു പറയുന്നത്. അതാണ് 24-ാം വാക്യം. കോതമ്പ് മണി നിലത്ത് വീണ് ചാകണം, തനിയെ ഇരുന്നാൽ പ്രയോജനമില്ല, ചത്തുവെങ്കിൽ വളരെ ഫലം കായ്ക്കും. ക്രൂശ് മരണത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയിൽ അർപ്പിക്കുന്ന ആശ്രയത്താൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്നവർ സൂചിപ്പിക്കുന്ന വാക്യമാണ്. ഇനി 25-ാം വാക്യം, അത് വളരെ ശ്രദ്ധിക്കണം. ഈ സുവിശേഷം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കുറച്ചാളുകൾ വന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് യേശുവിനെ കാണണമെന്ന്. യേശുവിന് പറയാനുള്ള വേറെ ഒന്നുമല്ല. ക്രൂശ് യേശുവിന് അപ്ലൈ ചെയ്തു, കോതമ്പ് മണി നിലത്ത് വീണിച്ചാണ്. പക്ഷെ അതിൽ അന്തർലീനമായി കിടക്കുന്ന തത്വം തന്നെ അനുഗമിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യുക. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ഈ 24-ാം വാക്യത്തിൻ്റെ തത്വം, മരണത്തിലൂടെയുള്ള ജീവിതത്തിൻ്റെ തത്വം, തന്നെ അനുഗമിക്കുന്നവർക്ക് അത് അപ്ലൈ ചെയ്യാൻ ഞാനത് വിശദീകരിക്കാൻ പോവുക. എന്നിട്ട് നിങ്ങളോട് ഞാൻ ചോദിക്കാം, നിങ്ങൾ എത്ര പേര് രക്ഷിക്കപ്പെട്ടു? നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അല്ല സുവിശേഷം.
യേശുവിനെ ഞങ്ങൾക്ക് കാണണം. ഇന്ന് വന്നാൽ തുള്ളിച്ചാടിച്ച് നമ്മൾ എന്ത് ചെയ്യും? ആ പുള്ളിയുടെ പാസ്പോർട്ട് നമ്പർ പറയും. കാരണം അപ്പം നമ്മുടെ ഭാഗത്താകും പുള്ളി. യേശു ഇതൊന്നും അല്ല ചെയ്തത്. ക്രൂശ് മരണത്തിലൂടെയുള്ള സാധ്യത ആദ്യം യേശു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അനുഗമിക്കുന്നവൻ മരിക്കണമെന്നാണ് പറയുന്നത്. യേശു ആളുകളെ മരിക്കാൻ വിളിക്കുക. സുവിശേഷം കേട്ടിട്ടുണ്ടോ? തന്നെ അനുഗമിക്കുന്നവരുടെ ഹൃദയത്തിന്റെ മനോഭാവമാണ് യേശു ഇവിടെ പുറത്തു കൊണ്ടുവരുന്നത്. നിങ്ങൾ നോക്ക്, ഈ വാക്യം ഞാൻ ഒന്നുകൂടെ വായിച്ചിട്ട് ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ 2 പേരായിട്ട് ഞാനിതിനെ ചിത്രീകരിക്കാം. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. അതിലെ 1-ാമത്തെ പുള്ളി, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും എന്ന് പറഞ്ഞാൽ ആ 2-ാം ഭാഗം ഇഹലോകത്തിലെ തൻ്റെ ജീവൻ. അപ്പൊ അതാണ് അർത്ഥം. ഇഹലോകത്തിലെ തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തെക്കാൾ, ദൈവരാജ്യ വിഷയത്തെക്കാൾ, ആത്മീകതയേക്കാൾ എനിക്ക് ഇന്ന് എൻ്റെ സുഖസൗകര്യമാ വലുതെങ്കിൽ യു വിൽ ലൂസ് ഇറ്റേണിറ്റി. വന്ന് കണ്ടേച്ച് പോകണോ, കൂടെ വരണോ? അവർക്കൊന്ന് കാണണം. ഇത് ഗൗരവമാണ്, ഇത് ഗൗരവമാണ്. പെന്തക്കോസ്തുകാര് പറയാത്ത ദൂതാണിത്. പഠിപ്പിക്കുന്നവർ ചുരുക്കം പേര് ഉണ്ട്, അതോർത്ത് സ്തോത്രം. ഇത് വളരെ ഗൗരവമാണ്. കാരണം ദൂതുകൾ മുഴുവൻ ഇവിടെ എന്ത് കിട്ടുമെന്നാ. ദൂതുകൾ മുഴുവൻ പറയുന്നത് ഇപ്പൊ കിട്ടുമടാ, നാളെ കിട്ടുമടാ, മക്കളല്ല ഇതടാ പറക്കുന്നടാ, എല്ലാം ഇവിടുത്തെ കാര്യമാണ്. യേശുവിന് എന്താ പറയാനുള്ളത്? ഇഹലോകത്തിൽ തൻ്റെ ജീവനെ സ്നേഹിക്കുക. എനിക്ക് എൻ്റെ ഈ ലോകത്തിലെ ജീവിതമാണ് എനിക്ക് വലുത് എന്ന് പറഞ്ഞാൽ സ്വയസ്നേഹം, ആത്മാഭിമാനം എന്നിവയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഞാനാണ് ഹീറോ, എൻ്റെ കാറ്, എൻ്റെ വീട്, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അടുത്തൊരു വീട് കൂടെ. ഈ ലോകം, അപ്പൊ ഈ ലോകത്തിൽ വീട് വേണ്ടെന്നാണ് പാസ്റ്റർ പറഞ്ഞത് എന്നല്ല, ദൈവിക കാര്യത്തെക്കാൾ വലുതല്ലത്. ഈ ജീവിതത്തിൽ അവരുടെ എല്ലാ ആഗ്രഹങ്ങളും, സ്വപ്നങ്ങളും, അഭിലാഷങ്ങളും ഇതെല്ലാം നിറവേറ്റുവാനായി ആത്മീകതയേക്കാൾ ബന്ധപ്പെടുകയാണെങ്കിൽ തെളിച്ച് ഞാൻ പറയാൻ സ്വർഗത്തിൽ പോത്തില്ല എന്ന് പറഞ്ഞാൽ, കർത്താവിനെ കാണാൻ വരുമ്പോൾ സുവിശേഷത്തിന്റെ കണ്ടീഷൻ മനസ്സിലാക്കണം. തെറ്റിദ്ധാരണ അരുത്. വിശ്വാസത്താൽ ആ നീതീകരണം. പക്ഷേ വിശ്വാസത്തിൽ വരുന്നയാളിന് ശരിക്കും ബോധ്യമുണ്ടാകണം, ഇടുക്കുവാതിലൂടെ കടന്ന് ഞെരുക്കമുള്ള വഴിയാണ് പോകേണ്ടതെന്ന്. ഒരു കർമ്മമാർഗത്തിലൂടെയല്ല രക്ഷ. രക്ഷിക്കപ്പെട്ടോ, ഇതാണ് ഇഹലോകത്തിലെ കാര്യമല്ല പിന്നെ വലുത്. ഈ ലോകത്തിലേക്ക് വേണ്ടി മാത്രം ജീവിക്കുക. ഈ നശിച്ചു പോകുന്ന, ഈ താൽക്കാലികമാകുന്ന ജീവിതം, എൻ്റെ ലൈഫ് സ്റ്റൈല് അങ്ങനെ ആക്കി തീർക്കുക. എനിക്ക് പറയാനുള്ളത് അപകടമാണ്. മാരക രോഗമുള്ള ആളിന് അവൻ രോഗിയാണെന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ ഏത് സമയത്തും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാം എന്നതുപോലെ മാരകമായ ഈ വൈറസ് പിടിച്ച് ഈ ലോകത്തിലെ മാത്രമാണ് ഫോക്കസ്. ദൈവത്തിന് എന്നെ കുറിച്ചുള്ള, എൻ്റെ തലമുറയെക്കുറിച്ചുള്ള ഇഷ്ടം എന്തെന്ന് ബോധ്യമില്ലാതെ നടക്കുകയാണെങ്കിൽ അത് അപകടമാണ്. അത് ദൈവത്തെ അവഗണിക്കുകയാണ്. അത് സുവിശേഷമല്ല. സ്തോത്രം. എന്താണ് അവർ ചോദിച്ചത്? അവർ ചോദിച്ചത് യേശുവിനെ കാണണമെന്നേ ഉള്ളൂ. എന്താ യേശുവിന് പറയാനുള്ളത്? നിങ്ങൾക്ക് വേണ്ടിയാണ് ക്രൂശിക്കപ്പെടാൻ പോകുന്നത്, യഹൂദന് വേണ്ടിയും ജാതിയിൽപ്പെട്ടവന് വേണ്ടിയും. പക്ഷെ ആ ക്രൂശ് മരണത്തിൻ്റെ സാധ്യത ഏറ്റെടുക്കുന്നവൻ്റെ ജീവിതം ഇതായിരിക്കണം. ഇഹലോകത്തെ, 2-ാമത്തെ ആള്, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താ? രാവിലെ എഴുന്നേറ്റ് ഐ ഹേറ്റ് യു, ഞാൻ നിന്നെ പകയ്ക്കുന്നെന്ന് സ്വന്തം പറയുന്നതല്ല.
ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? ഈ ലോകത്തിൽ എനിക്ക് ഏറ്റവും വലിയ ദൈവമാണ്, എനിക്ക് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, എനിക്ക് ദൈവത്തിൻ്റെ ആലോചനയാണ്, എനിക്ക് എൻ്റെ ഒരു സുഖ സൗകര്യവും അതിൻ്റെ മുൻപിൽ എനിക്കില്ല. ഏത് ഞാൻ വേണ്ട എന്ന് പറയാൻ തയ്യാറാണ്. ഏതും എനിക്ക് വേണ്ട. എനിക്ക് കസേര വേണ്ട, എനിക്ക് പബ്ലിസിറ്റി വേണ്ട, എനിക്ക് ഒന്നും വേണ്ട. ഐ വാണ്ട് യു മൈ ഗോഡ്. അതാണ് ക്രിസ്തീയ ജീവിതം. മറ്റതെല്ലാം തെറ്റിദ്ധരിപ്പിക്കുകയാണ് പ്രിയരെ, മറ്റതെല്ലാം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ ലോകത്തിലെ ജീവിതത്തെ പകയ്ക്കുക. ആ വാക്ക് വളരെ സൂക്ഷിക്കണം, പകയ്ക്കുക. ഒരു സെമറ്റിക് ലാംഗ്വേജ് ആണത്. അതിൻ്റെ അർത്ഥം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു അർത്ഥമല്ല. എന്തിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്? ദൈവഹിതത്തിനാണോ? എവിടെ പോകാനായിരുന്നു വിളി? വടക്കേ ഇന്ത്യയിൽ. പിന്നെന്താ ഇവിടെ നിൽക്കുന്നത്? പപ്പായും മമ്മിയൊക്കെ വയ്യല്ലേ, അതുകൊണ്ട് അങ്ങനെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവുക. അപ്പോൾ ഏത് ലോകമാണ് ഇഷ്ടപ്പെട്ടെ? ചെറിയൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ദൈവഹിതം പിന്നെ നമ്മളങ്ങനെ ആക്കും. ഇന്നലെ ഒരു സ്വപ്നം കണ്ടായിരുന്നു, ഞാൻ നാട്ടിലോട്ട് പോകുന്ന പോലെ. ഉണ്ടോ? വിളി അങ്ങോട്ടാ. ദൈവത്തിന്റെ ഹിതത്തിന് മുൻപിൽ ഇഹലോക താല്പര്യങ്ങളില്ല. ദാറ്റ്സ് ദ മാൻ. അങ്ങനെയുള്ളവർ നിത്യജീവനായി അവരവരുടെ ജീവിതത്തെ സൂക്ഷിക്കുമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ഇത് സ്ഥിരമായി അവരുടെ ലൈഫ് ലോങ് പ്രോസസ്സാണ്. ലൈഫ് ലോങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ? ശ്രദ്ധിച്ച് കേൾക്കണം. ക്രൂശിലെ തത്വം, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. തൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്നവരോട് ആവശ്യപ്പെടുന്നത് നാം നമ്മുടെ മോഹങ്ങൾക്ക് വേണ്ടി മരിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുക. ഇതാണ് തത്വം. അതാണ് ക്രിസ്ത്യാനിറ്റി. അല്ലാതെ കൈയടിച്ചോളം ഉണ്ടാക്കാൻ ആർക്കും കഴിയും. റിയൽ ക്രിസ്ത്യാനിറ്റി ഇതിനാണ് ആത്മാവിനെ തന്നിരിക്കുന്നത്. നമുക്ക് ജീവിക്കാൻ ഇത് അസാധ്യമാണ്. ആത്മാവുണ്ടെങ്കിൽ മാത്രമേ ആത്മാവിൻ്റെ സഹായത്തോടെ കഴിയുകയുള്ളൂ. സ്തോത്രം. ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 37 മുതൽ 39 വരെ. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്ന എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തൻ്റെ ജീവനെ കണ്ടെത്തുന്നവൻ അതിനെ കളയും. എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. ലൂക്കോസ് 9:23-24 നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് ഞാൻ ധരിക്കട്ടെ. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, ശിഷ്യന്മാരോട് മാത്രമല്ല കേട്ടോ, എല്ലാവരോടും എന്ന് പറഞ്ഞാൽ ഇത് കേട്ടിട്ട് മനസ്സുണ്ടെങ്കിൽ വന്നാ മതി എന്നാണ് പറയുന്നത്. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശെടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഇത് നമ്മൾ ചർച്ച ചെയ്യാത്ത ഭാഗങ്ങളാ. ഇത് സുവിശേഷത്തിന്റെ ഭാഗമാണ്. അല്ല കൈ ഉയർത്തിക്കോ, എല്ലാവരും അകത്തുണ്ട്. എന്താണ് ഈ പറയുന്നത്? സമ്മതിച്ചു, വിശ്വാസത്താലാണ് നീതീകരണം. പക്ഷെ നീതീകരിക്കപ്പെടുന്നവന് എന്തിലേക്കാ വരുന്നതെന്നുള്ളതിന് ശരിയായ ധാരണ വേണം. There is cost to pay. ഒരു കോസ്റ്റും മുടക്കാതാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. കാൽവറിയിലെ യാഗം നിമിത്തം ഞാൻ രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടാൽ വില കൊടുക്കണം. എന്താ വില? എന്നെ തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ ആള് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ?
ലൂക്കോസിന്റെ സുവിശേഷം 14:27, തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ലൂക്കോസ് 17:33. ആവർത്തിച്ച് കർത്താവ് ഇത് പ്രസംഗിച്ചിട്ടും നമുക്കിതൊരു വിഷയമല്ല. യേശു ഏറ്റവും കൂടുതൽ പറഞ്ഞ മെസ്സേജുകളിൽ ഒന്നാണിത്. പക്ഷെ അത് ആളുകൾ ചിന്തിക്കാറേ ഇല്ല. എല്ലാവരും ഒരു പ്രത്യേക ഫ്ലൈറ്റ് വരുന്നു, വേറെപ്പെട്ട സമൂഹം എല്ലാം കൂടെ അതിനകത്ത് കയറി അങ്ങ് പോകുന്നു. ഇതാണ് പലരുടെയും മനസ്സിലിരിക്കുന്നത്. തൻ്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും, അതിനെ കളയുന്നവനെല്ലാം അതിനെ രക്ഷിക്കും. 2 കൊരിന്ത്യർ ലേഖനം 5:14-15 വാക്യം, അതുകൂടെ വായിച്ചിട്ട് ആ ഭാഗം ഞാൻ വിടാം. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് എഴുന്നേറ്റവനായിട്ടാണ് ജീവിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ബഹുമാന്യരെ, നിങ്ങളുടെ ജീവിത ലക്ഷ്യമെന്താ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിത ലക്ഷ്യമെന്താ? രാവിലെ എഴുന്നേറ്റ് ദൈവഹിതം ചെയ്യണമെന്നാണോ? നമ്മൾ ഭയങ്കര ഡേഞ്ചറിലാണ്. കോതമ്പ് മണി നിലത്ത് വീണ് ചാകണം. യേശു അവിടുത്തെ ക്രൂശ് മരണം പറഞ്ഞു. എന്താ സന്ദർഭം? കുറെ ആളുകൾക്ക് യേശുവിനെ കാണണം. യേശു വെളിപ്പെടുത്തി കൊടുക്കുകയാണ്, ഇങ്ങനെയാണ് നിങ്ങൾക്ക് അടുക്കാൻ കഴിയുന്നത്. പക്ഷേ അടുത്ത് വരികയാണെങ്കിൽ കോസ്റ്റ് ഉണ്ട്. കോസ്റ്റ് കൊടുത്തല്ല രക്ഷ. രക്ഷിക്കപ്പെട്ടവൻ വില കൊടുക്കണം. വിലയാരും പറയത്തില്ല, കാരണം വില കേട്ടാൽ വരാനൊക്കത്തില്ല. അതുകൊണ്ട് എന്തു പറയും? വിസ കിട്ടും, PR കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ഒരുപാട് പ്രവചനങ്ങളും ഒരുപാട് പ്രസംഗങ്ങളും ക്രിസ്തു പഠിപ്പിച്ചതിന് ഘടകവിരുദ്ധമാ. അത് ക്രിസ്തുവിൻ്റെ ആത്മാവല്ല. നമ്മൾ കയറി കൈയടിക്കും, ആവേശമൊക്കെ ആവും, നമുക്ക് തോന്നുന്നു എല്ലാം ആത്മാവാണെന്ന്. അല്ല, ദൈവവചനത്താലാണ് കാര്യം മനസ്സിലാകുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് പ്രിയരെ, ഏതായാലും ഈ സെക്ഷൻ കൺവെൻഷന് നിങ്ങൾ വന്നു, നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമുണ്ടോ? ശരിക്കും നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? രക്ഷിക്കപ്പെട്ടത് ശരിയാണെങ്കിൽ ദർശനം ഇതായിരിക്കും: ഈ ലോകത്തിൽ എൻ്റെ ജീവിതം അല്ല എനിക്ക് വലുത്. അതാണ് പക എന്ന വാക്കിന്റെ അർത്ഥം. എൻ്റെ ഏറ്റവും അടുത്ത ബന്ധങ്ങൾ, അവരെക്കാൾ എനിക്ക് വലുത് ദൈവമാണ്. എൻ്റെ കാറിനേക്കാൾ, വീടിനേക്കാൾ, എൻ്റെ ബിസിനസ്സിനേക്കാൾ, ജോലിയേക്കാൾ, ശുശ്രൂഷയേക്കാൾ വലുത് ദൈവമാണ്. സ്വത്രം. ഇന്ന് രാത്രി അതിന് നമുക്ക് ആമേൻ നമ്മുടെ അന്തരാത്മാവിൽ പറയാൻ ഒക്കത്തില്ലെങ്കിൽ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇന്ന് രാത്രി സമ്പൂർണമായി സമർപ്പിക്കണം. ഇന്ന് രാത്രി സമ്പൂർണമായി സമർപ്പിക്കണം. ദൈവത്തിന് എക്കാലത്തും ഒരു ശേഷിപ്പുണ്ട്. ചതിക്കുഴിയിൽ പെടരുത്. പെന്തക്കോസ്തിൽ വരുന്നതല്ല വിടുതൽ. വചനം പഠിപ്പിക്കുന്ന ദൈവസഭയിൽ വന്ന് നിത്യസത്യങ്ങൾ മനസ്സിലാക്കി നിത്യതയിൽ പോകാൻ തയ്യാറായിക്കോണം. മതം രക്ഷിക്കത്തില്ല, വചനത്തിനകത്ത കാര്യം. യേശു അവിടെ ഒന്ന് കാണിച്ചാൽ, യേശു ദൂത് പറഞ്ഞു, ക്രൂശിലേക്ക് അവരെ ചൂണ്ടിക്കാണിച്ചു, കൊടുക്കേണ്ട വിലയെക്കുറിച്ച് പറഞ്ഞു. അബദ്ധത്തിൽ ചാടരുത്. പ്രൈസ് ദി ലോർഡ്. യവനായ ആളുകള് എന്താണ് വാസ്തവത്തിൽ പച്ച മലയാളത്തിൽ പറയാം, കണ്ടേച്ചെന്തോ കണ്ടേച്ച് പോകാനാണ്. സമർപ്പിക്കാൻ വരുന്നുണ്ടോന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലായോ? നിനക്ക് കണ്ടേച്ച് പോണോ? സമർപ്പിക്കാൻ മനസ്സുണ്ടോന്ന ഇതിനകത്തെ അർത്ഥം. ഇനി ക്ലോസ് ചെയ്യാൻ പോവാം. 26-ാം വാക്യം, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ. ആ ലാംഗ്വേജ് മലയാളത്തിൽ അല്പം ബലഹീനമാണ്. ഹി മസ്റ്റ് ഫോളോ മീ. എങ്ങോട്ട്? ഗെത്സമനെ.
കാൽവറി. കർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേറെ വഴിയില്ല. ഇറ്റ് ഈസ് ദ വേ ഓഫ് ദ ക്രോസ്. അനുദിനം മരിക്കുന്നതാണ് കർത്താവിനെ അനുഗമിക്കേണ്ട പാത. അതാണ് മഹത്വീകരണം. ആ നിലയിൽ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ വിഷയം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. 2 വാഗ്ദത്തങ്ങൾ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ഒന്നാമത്തെ വാഗ്ദത്തമാണ്, ക്രൂശിന്റെ പാതയിൽ നടക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ ലോകത്തിൽ നിനക്ക് അംഗീകാരം കിട്ടിയില്ലെന്ന് വരും, നിനക്ക് ചില കസേറകൾ കിട്ടിയില്ലെന്ന് വരും, നീ പുറം തള്ളപ്പെട്ടവനായി നിൽക്കുന്നെങ്കിലും പാത വിടാതെ നീ അനുഗമിക്കണം. ഒരു ദിവസം പ്രൈസ് ദി ലോർഡ് താൻ ഇരിക്കുന്ന ഇടത്ത് നിന്നെ കൊണ്ട് ഇരുത്തും. ഞാൻ ഇരിക്കുന്ന ഇടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഇതിന് മാറ്റമില്ല. നീ കസേറ തപ്പി എങ്ങും പോകണ്ട. ആരുടെയും വോട്ട് നീ കാൻവാസ് ചെയ്യണ്ട. ആരുടെയും കുതികാല് നീ വെട്ടണ്ട. ഒന്നും കണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിക്കണ്ട. ഒരു ദിവസം വരുന്നുണ്ട്, എന്റെ കസേറ മാറ്റുവാൻ ആർക്കും കഴിയത്തില്ല. He will give me a seat of honor. ക്രൂശിന്റെ പാതയിലാണോ? ലോകം എനിക്ക് വേണ്ട, ലോകത്തിന്റെ ഇമ്പം വേണ്ട, പോകണം യേശുവിൻ പാത നോക്കി. ഇതാണോ സമർപ്പണം? ഇതാണോ സമർപ്പണം? അല്ലാതെ ഇവിടെ തട്ടിക്കൂട്ടി പിന്നെ ഒരു 7 ദിവസം ഒരു 21 ഇരുന്ന് നല്ല പ്രവാചകനെ വിളിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യം സൂക്ഷിച്ച് പറയുന്നവനെ വിളിച്ചപ്പോൾ അവൻ പറയും, ദൈവാസനെ അമ്മാമ്മയും ദൈവാസനും കൂടി ഇങ്ങനെ എപ്പോഴും അങ്ങ് പറക്കുന്നത് പോലെ കാണുക. അത് ഫ്ലൈറ്റ് വേറെ ഏതോ ജോലി കിട്ടിയതാ. ഇതൊക്കെ പറഞ്ഞേ പൈസ അടിച്ചുകൊണ്ട് പോവും. ഞാൻ പറയുന്നത് യേശുവിൻ്റെ വാക്കാ. അനുഗമിക്കാൻ തയ്യാറാണോ? അനുഗമിക്കാൻ തയ്യാറാണോ? കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നു, അതൊരു പ്രിൻസിപ്പിളാ. തനിയെ ഇരുന്നാൽ പ്രയോജനമില്ല. ഞാൻ ചാകണം, മരിക്കണം. എന്തിന്? കാൽവറി ക്രൂശിൽ ഒരിക്കലായി അവിടുന്ന് യാഗമായി. ഞാൻ ഇനി കാൽവറി ക്രൂശിൽ കയറണ്ട. ഞാൻ യാഗമാകേണ്ടത് എല്ലാ ദിവസവും മരിക്കുക, എല്ലാ ദിവസവും മരിക്കുക, തന്നെ താൻ ത്യജിക്കുക, എൻ്റെ ഇഷ്ടത്തിന് മരിക്കുക, എൻ്റെ ആഗ്രഹങ്ങൾക്ക് മരിക്കുക, എൻ്റെ അഭിലാഷത്തിന് മരിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരൊറ്റ ഔദ്യോഗിക പദവികൾ ഞാൻ അലങ്കരിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്താ അറിയത്തില്ലേ? പലതും അറിയാം. വേണ്ട എനിക്ക്. പ്രൈസ് ദി ലോർഡ്, വേണ്ട എനിക്ക്. പ്രൈസ് ദി ലോർഡ്. തയ്യാറാണോ ആരെങ്കിലും ഇതിനകത്ത്? എനിക്കിങ്ങനെയുള്ള പരിപാടി വേണ്ട. എനിക്ക് നിത്യതയിൽ ദൈവത്തോട് കൂടി ചെല്ലണം. ഞാൻ ഒരു കാര്യം പറയാം, രാഷ്ട്രീയം കളിക്കുന്ന മുഴുവൻ എണ്ണം അപകടത്തിലാണ്. അത് യേശുവിന്റെ വഴിയല്ല, അത് ത്യാഗത്തിന്റെ വഴിയല്ല, അത് ക്രൂശിന്റെ വഴിയല്ല, അത് വേറെ വഴിയാണ്. അത് സെക്യുലറിസമാണ്, അത് ദൈവം പകയ്ക്കുന്ന വഴിയാണ്. മനസ്സുണ്ടോ ക്രിസ്തുവിന്റെ പുറകെ വരാൻ? മനസ്സുണ്ടോ? ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ ദാസന്മാർ ക്രിസ്തുവിന്റെ പുറകെ കാൽച്ചുവട് വെക്കാൻ മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നാമത്തെ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനെ ഇരിക്കും. കർത്താവേ, അവിടുന്ന് എവിടെ ഇരിക്കുന്നത്? ഒറ്റ വാക്കി പറയാം, സ്വർഗത്തിലെ കാര്യം പറഞ്ഞത്. യോഹന്നാൻ 14:3 എന്താണ് പറഞ്ഞത്? ഒന്ന് പെട്ടെന്ന് വായിച്ചാൽ വായിക്കൊക്കെ ഉണ്ടല്ലോ, ഇനി വായിച്ചില്ലെന്ന് വേണ്ട. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതിനെല്ലാരും ആമേൻ വിളിക്കരുത്. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ക്രൂശിന്റെ വഴിയാണോ പോകുന്നത്? ക്രൂശിന്റെ തത്വം ഉൾക്കൊണ്ടുകൊണ്ടാണോ ക്രിസ്തീയ ജീവിതം? എങ്കിൽ ആമേൻ പറയണം. അവിടുന്ന് ഇരിക്കുന്നിടത്ത് ഞാനും ഇരിക്കും, അവിടുന്ന് ഇരിക്കുന്നിടത്ത് ഞാനും ഇരിക്കും. ഇവിടെ നിനക്ക് കിട്ടേണ്ട ഓഹരി കിട്ടിയില്ല, നിന്റെ പിള്ളാരെ ഇറക്കി വിട്ടു, നിനക്ക് കിട്ടേണ്ടത് മാന്യത കിട്ടിയില്ല. പലരും കളിയാക്കി, വേണ്ടാത്ത കാര്യമൊക്കെ നിന്നെ കുറിച്ച് പബ്ലിസിറ്റി ചെയ്തു. ഒന്നും വിഷമിക്കണ്ട, ഒരു ദിവസം വരുന്നുണ്ട്, ഇവിടുത്തെ ഒരു മന്ത്രവാദ ശക്തികൾക്കും ആഭിചാരകന്മാർക്കും തട്ടിയെടുക്കാൻ കഴിയാത്ത ഒരു സീറ്റ് സ്വർഗം ഒരുക്കിയിട്ടുണ്ട്. ക്രൂശ് എടുത്ത് അനുഗമിക്കുന്നവൻ. അല്ലാതെ
ഇവിടെ ചില തട്ടിപ്പും ഒരോളവും. എന്നിട്ട് കാഹളം ധ്വനിക്കുമ്പോൾ നമ്മളെല്ലാം ചെല്ലും. കാഹളം ധ്വനിക്കും, നമ്മളെങ്ങോട്ട് ചെല്ലുമെന്നായി പറയുന്നു. സ്തോത്രം. ഇതൊന്നും പുതിയ വെളിപ്പാടല്ല കേട്ടോ, നമ്മുടെ അപ്പച്ചന്മാര് പ്രസംഗിച്ചതായത്, അവരായി പാടിയത്. ലോകം എനിക്കു വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട. ഇപ്പം നമുക്ക് പാട്ട് പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ഞങ്ങളുടെ വീടും കാര്യമൊക്കെ കണ്ടിട്ട് ചോദിച്ചു, ജോ പാസ്റ്റർ വന്നാലും ഇവിടെ തന്നെയാണോ താമസമെന്ന്. ഞാൻ പറഞ്ഞു, പുള്ളി അപ്പുറത്തെ മുറി, ഞാൻ ഇപ്പുറത്തെ മുറി. അപ്പൊ അദ്ദേഹം ഓർത്തത് ഇങ്ങനെ വലിയ മാളിക പണിത് ദൈവം മാനിച്ചു. എവിടെ കിട്ടി നിനക്ക് ഈ പൈസ? ഈ കോടികൾ നിനക്ക് എവിടെ കിട്ടി? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ബുദ്ധിമുട്ടാ അല്ലേ? രണ്ടാമത്തെ അനുഗ്രഹം പറയാം. സ്തോത്രം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോ പ്രാർത്ഥിക്കാൻ പോലും എനിക്കൊരു അവസരം തന്നു. നമ്മളെ മാനിച്ചില്ല ബ്രദറെ. ചിലരുടെ ഒരു സങ്കടമാണ്. എന്നാ പിന്നെ ഞാൻ യോഗത്തിന് പോകത്തില്ല. എന്താ മാനിച്ചില്ല? ഇത് കണ്ടോ, ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിച്ചാൽ പിതാവ് നിന്നെ മാനിക്കും. എനിക്കത് മതിയെന്നുള്ളവർ ഇന്ന് രാത്രി വായ തുറക്കണം. ഇവിടുത്തെ മാന്യത നോക്കിക്കൊണ്ട് പോകരുത്. ഇവിടുത്തെ മാന്യത നോക്കിക്കൊണ്ട് പോയാൽ തോളേന്ന് ക്രൂശ് മാറും കേട്ടോ. അനുദിനം തന്നെത്താൻ ത്യജിക്കണം. പല കാര്യങ്ങളും നിന്നെ വെച്ച് നീട്ടി ഓഫറുകൾ നടത്തുമ്പോൾ നീ തിരസ്കരിക്കണം. എനിക്ക് ദൈവ ഇഷ്ടമാണ് വലുത്. ഇന്ന് രാത്രി ചിലരോട് ദൂതായിട്ട് ഞാൻ പറയാം, ചിലർക്ക് നല്ല ഓഫറുകൾ പോലെ ഇട്ടുതരുന്നതിന്റെ മുൻപില് നിന്നെ വഴിതെറ്റിക്കാൻ വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിന് ഓഫർ കൊടുത്തതുപോലെ നിന്നെയും കൊണ്ട് ചില ഇടത്ത് കൊണ്ട് വെക്കുവാനുള്ള ഓഫർ നടത്തുമ്പോൾ നീ അതിനകത്ത് പോയി ഒതുങ്ങരുത്. മാന്യത വരുന്നതേ ഉള്ളൂ. ഈ ലോകത്തിലെ മാന്യത അല്ല വലുത്. 5 അപ്പവും 2 മീനും കൊണ്ട് അത്ഭുതം ചെയ്തു കഴിഞ്ഞ് കമ്മിറ്റി എല്ലാം കൂടെ കൂടി. എന്നടാ ഇതാ നല്ലത്, ജോലിക്ക് പോണ്ട, സൂപ്പർ മെസ്സേജ്, എല്ലാവർക്കും ശാപ്പാട്, രോഗികൾക്കും സൗഖ്യം, ഇത് തന്നെ നല്ലത്, നമുക്ക് അദ്ദേഹത്തെ രാജാവാക്കിയാലോ. കണ്ടോ പണി. ഇന്നത്തെ ആളുകളാന്ന് വെച്ചാൽ പ്രൈസ് ദി ലോർഡ്, ദൈവം മാനിച്ചു. ഉടനെ ഒരു വാട്സാപ്പ് മെസ്സേജ് എൻ്റെ ആ ഫോട്ടോ വെച്ച് തന്നെ പബ്ലിഷ് ചെയ്തു. ദൈവം മാനിച്ചു, ഇന്ന സ്ഥലത്തെ ബെത്സയിദയിലെ രാജാവായിരിക്കുന്നു. യേശു വന്നതിനല്ല, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാനാ. പിതാവിൻ്റെ ഇഷ്ടവും നിന്റെ ഹിതം കൂടെ ഒരുമിച്ച് ഏറ്റുമുട്ടുമ്പോൾ എൻ്റെ ഹിതത്തിന് ഞാൻ മരിക്കുന്നു, ക്രൂശ് എടുത്തുകൊണ്ട് ഞാൻ അനുദിനം അനുഗമിക്കാമെന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ പിതാവ് മാനിക്കും. ഇതാരാ വാക്ക് തരുന്നത്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രക്ഷകനാകുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഒരു വാഗ്ദത്തം നമുക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ വീട് വെച്ചില്ല, നോ പ്രോബ്ലം. ഇവിടെ ജോലി വലുതായിട്ട് കിട്ടിയില്ല, ഒരു പ്രശ്നവും ഇല്ല. ഇവിടെ വലിയ സ്ഥലങ്ങളിൽ എൻ്റെ മക്കളൊന്നും ചെന്നില്ല, നോ പ്രോബ്ലം. ഈ വാഗ്ദത്തം നിനക്കുണ്ട്. ഓപ്പൺ ചെക്കാണിത്. എന്താണ് ഇതിനകത്ത്? എനിക്ക് കർത്താവിന്റെ വഴിയെ നടക്കണം. സഹോദരിമാരെ, ഇന്ന് രാത്രി കർത്താവ് നമ്മളെ ചലഞ്ച് ചെയ്യാണ്. യവനായ ആളുകൾ പോയി ചോദിക്കുകയാണ് കർത്താവ് ഫിലിപ്പോസിനോടും അന്ത്രയോസിനോടും, ഞങ്ങൾക്ക് കർത്താവിനെ കാണണം. ഇന്നത്തെ അവതരിപ്പിക്കുന്ന കർത്താവല്ലത്. യേശു നേരിട്ട് പറഞ്ഞു, ഐ ആം ഗോയിങ് ടു ഡൈ. തേജസ്കരണം വരുന്നുണ്ട്. എന്നിട്ടൊരു തത്വം പറയാണ്, അനുഗമിക്കാൻ ആഗ്രഹമുള്ളവർ അതുവഴി പോകണം. മനസ്സിലാകുന്നുണ്ടോ പ്രിയരെ? മനസ്സിലാകുന്നുണ്ടോ? വേർപെട്ട സമൂഹം അപകടത്തിലാണ്. ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ നമുക്കിനി ഇഷ്ടമല്ല. നമുക്കെന്താ ഇഷ്ടം? ഫെൽറ്റ് നീഡുകൾ. ഇന്ന് രാത്രി കൈയടിക്കാൻ വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഇതാ കൈയടിക്കാനുള്ളത്. ഈ 2 വാഗ്ദത്തം. ഞാൻ ഇരിക്കുന്ന എഴുത്ത് എൻ്റെ ശുശ്രൂഷക്കാരന് ഇരിക്കും. എനിക്ക് കൈയടിക്കാൻ തോന്നുന്നു, എനിക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ തോന്നുന്നു, എനിക്ക് പ്രൈസ് ദി ലോർഡ് കരഘോഷത്തോടെയും വായ തുറന്ന് ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലേത് ത്യജിച്ച ദൈവത്തിന്റെ ദാസിയെ, ഈ ലോകത്തിലെ ത്യജിച്ച ദൈവത്തിന്റെ ദാസനെ, നിന്നോടുള്ള വാക്കാലിത്. മനം മടുത്ത് ഹൃദയവേദനയോടെ വന്നിരിക്കുന്നവര് എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. നമ്മുടെ കണ്ണുകളൊന്ന് അടച്ചേ.
കല്ലുകൾ നടച്ചേ, ഒന്ന് വായ്കൾ തുറന്നേ, ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും. ചത്താലോ ജീവൻ പുറത്തു വരും. കാൽവറി ക്രൂശിൽ വിതയ്ക്കപ്പെട്ടു. 3 ദിവസം അരിബേത്തിലെ യോസഫിന്റെ കല്ലറയെ ഭേദിച്ചുകൊണ്ട് ഉയർപ്പിന്റെ ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ സാധ്യതകൾ കാണുന്നുണ്ടോ? ഇന്ന് രാത്രി രക്ഷിക്കപ്പെടാത്തവർ കർത്താവിൽ ആശ്രയിക്ക്. എനിക്ക് വേണ്ടി എന്റെ പകരക്കാരനായി എന്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ഒരുവൻ യാഗമായി തീർന്നു. ഞാൻ ഒരു മതത്തിലും ആശ്രയിക്കേണ്ട കാര്യമില്ല, പട്ടക്കാരിൽ ആശ്രയിക്കേണ്ട കാര്യമില്ല, പാസ്റ്റർമാരിൽ ആശ്രയിക്കേണ്ട കാര്യമില്ല. ജീസസ് ഹാസ് ബീൻ സാക്രിഫൈസ്ഡ്. അവിടുന്നാണ് ഏറ്റവും വലിയ പെസഹ കുഞ്ഞാട്. സകല പെസഹ കുഞ്ഞാടുകളും വിരൽ ചൂണ്ടിയത് വരാൻ പോകുന്ന ഈ വലിയ കുഞ്ഞാട്. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്.